Hello everyone. Good evening all. Good evening. Good evening dear students. എല്ലാവരും camera on ചെയ്തേ. Everyone please turn on your cameras. Yes, good evening. So ഉഷാറായിട്ട് good evening തന്നെ. Good evening everyone. Yes. So കുറച്ച് പേര് കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞ കാര്യം ആലോചിച്ചിട്ട് purple color heart മാത്രം നമുക്ക് തരുന്നുണ്ട്. Okay, so good evening everyone. Yes. Okay, so എല്ലാവരും ചിരിച്ചിരുന്നു. Everyone please smile. Yes, okay. So I think okay fine. So I think everybody is ready for today's class. So before beginning today's class, I just want the details of some students. Nevin, Rishikesh, Albin, please raise your hands. Nevin, Rishikesh and Albin. Yes. So who has raised? Rishikesh, can you show me the notes? Sir, please check the notes. Wait a second. Okay. So have you sent me the notes? Nevin notes send ചെയ്തന്നോ? Nevin അല്ല ഋഷികേഷ് അല്ലേ? ഋഷികേഷ് notes send ചെയ്തന്നോ? Yes, കേൾക്കാം. വാട്സ്ആപ്പ് നമ്പർ അറിയുന്നുണ്ടായിരുന്നില്ല അല്ലോ. ഓക്കെ ഫൈൻ. നിങ്ങളുടെ നോട്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്കി എല്ലാ സബ്ജക്ട്സിനും വേണ്ടി കോൺടാക്ട് ചെയ്യുന്ന സെയിം വാട്സ്ആപ്പ് നമ്പർ ആണ്. ഓക്കെ സോ നമ്പർ ഇന്ന് നമുക്ക് ചാറ്റ് ബോക്സിൽ സാർ ഷെയർ ചെയ്തു തരും കേട്ടോ, നമുക്ക് നോക്കാം. ഓക്കെ സോ ബാക്കിയുള്ളവരെവിടെ? നമ്മുടെ നെവിൻ ആൻഡ് ആൽബിൻ ജോയിൻ ചെയ്യുമെന്ന് പറയണേ സാർ. ഓക്കെ, ആൽബിൻ ജോയിൻ ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ ഫൈൻ. നൗ അലി എവിടെ? അലി ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. അലി ജോയിൻ ചെയ്തിട്ടില്ല. അലി ഹലോ. അലി നെറ്റ് ഇഷ്യൂ ഉണ്ടോ? അലി പൊസിഷൻ എഴുതിയോ? ഇല്ലേ? ഒന്ന് റൈസ് ചെയ്ത് കാണിച്ചെന്നേ. ഒന്ന് നോട്ട്ബുക്ക് റൈസ് ചെയ്ത് കാണിച്ചെന്നേ. ആൽബിന്റെ നോട്ട്സ് കംപ്ലീറ്റ് ആണെങ്കിൽ ഒന്ന് റൈസ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ സോ എത്ര ടൈംസ് എഴുതിയിട്ടുണ്ട് സർ? 5 times റൈറ്റ്? യെസ് 5 times. ഓക്കെ വെരി ഗുഡ് അലി, വെരി ഗുഡ്. ഓക്കെ സോ അലി എഴുതാൻ പഠിച്ചോ? പഠിച്ചു. ഓക്കെ ഫൈൻ. ഓക്കെ ഗുഡ്. ഓക്കെ നൗ ആൽബി കാണിക്കുന്നുണ്ട്. ഓക്കെ ആൽബിയുടെ നോട്ട്സ് കണ്ടു. ഓക്കെ സോ ഇന്ന് തന്നെ വാട്സ്ആപ്പ് നമ്പർ നമുക്ക് ഷെയർ ചെയ്ത് തരാം. ഓക്കെ വാട്സ്ആപ്പ് നമ്പർ ഷെയർ ചെയ്ത് തരാം, നിങ്ങൾക്ക് വാട്സ്ആപ്പിലേക്ക് സെൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ ഫൈൻ. നൗ നമ്മുടെ യശോദേവ് എവിടെ? യശോദേവ് പ്ലീസ് റേസ് യുവർ ഹാൻഡ്സ്. യശോദേവ് വന്നിട്ടില്ല. ഓക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെ യശോദേവ് പറ്റിച്ചു പോയതല്ലേ. സോ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് എന്തായാലും പിടിക്കാനുണ്ട്. ആൻഡ് നമ്മുടെ 2 സ്റ്റുഡൻസ് ആരാണെന്ന് പെർഫോം ചെയ്യാന്ന് പറഞ്ഞേക്കുന്നത്? നമ്മുടെ ക്ലാസ്സിൽ പെർഫോം ചെയ്യാന്ന് പറഞ്ഞ 2 പേരുണ്ടായിരുന്നല്ലോ. ഇവിടെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. അലറ്റ് ആൻഡ് വന്നിട്ടില്ല. ഗൗതം കൃഷ്ണ എത്തിയിട്ടില്ല. ഓക്കെ സോ അലറ്റൻ ഗൗതം. ഓക്കെ ഫൈൻ. ഓക്കെ സോ നമ്മൾ എന്തായാലും ക്ലാസ്സിൽ ലാസ്റ്റ് ആവുമ്പോഴേക്കും നമ്മൾ ആ കാര്യങ്ങളൊക്കെ നോക്കുന്നതായിരിക്കും. നമുക്ക് ലാസ്റ്റിലേക്ക് വെക്കാം. ഓക്കെ നമ്മുടെ ക്ലാസ്സിന്റെ സ്റ്റാർട്ടിങ് നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ബിക്കോസ് നിങ്ങൾക്ക് അറിയാം നമ്മുടെ ബയോളജി ചാപ്റ്റർ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 6th ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങൾ ആ ഒരു പോർഷനിൽ വരുന്നുണ്ട്. ആൻഡ് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. സോ മാം എല്ലാവരോടായിട്ട് ഇന്നത്തേക്ക് ഒരു കാര്യം പഠിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. എന്തായിരുന്നു? സോ ഗുഡ് ഈവനിങ് പറയുന്നുണ്ട്. ഗുഡ് ഈവനിങ്. യെസ് ഗുഡ് ഈവനിങ്. സോ എല്ലാവരും ഒന്ന് പറഞ്ഞേ ടീച്ചർ എന്തായിരുന്നു ഇന്നത്തെ ക്ലാസ്സിലേക്ക് പഠിച്ചിട്ട് വരാൻ പറഞ്ഞിരുന്നത്? ഒരു ചെറിയ ടോപ്പിക് ആണ്, ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ആണ് ടീച്ചർ പറഞ്ഞിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പഠിച്ചിട്ട് വരണം, ഷുവർ ആയിട്ട് യു ഹാവ് ടു സ്റ്റഡി ഫോർ ടുഡേസ് ക്ലാസ് എന്ന് പറഞ്ഞിരുന്നു. സോ ഏതായിരുന്നു ക്വസ്റ്റ്യൻ? എന്തായിരുന്നു? പ്ലീസ് കമന്റ്. ഇവന്റ്സ് ഒക്കറിംഗ് ഡ്യൂറിംഗ് ഫോട്ടോസിന്തസിസ്, റൈറ്റ്? യെസ് എല്ലാവർക്കും അറിയാം, ഓർമ്മയുണ്ട്. അപ്പോ ഓക്കെ സോ ഇവന്റ്സ്, സ്റ്റെപ്സ് ഓഫ് ഫോട്ടോസിന്തസിസ്, റൈറ്റ്? ഓക്കെ
formula of photosynthesis and events occurring during photosynthesis. Correct ആണ്. Okay. So അതന്നെയാണ് വേണ്ടേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് അത് തന്നെയാണ്. ഐ മീൻ എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണ്? ഫോട്ടോസിന്തസിസ്, കെമിക്കൽ ഇക്വേഷൻ ഓഫ് ഫോട്ടോസിന്തസിസ് ആൻഡ് ഓൾസോ ദ 3 events that are occurring during photosynthesis. That is very important. So shall we have a surprise test? Okay. So are you ready for a surprise test? So everyone please take the last page of your notebook. Take the last page of your notebook and please raise your notebooks to the camera. Everyone please take your last page of the notebook and please raise your notebooks to the camera. Yes, okay, fine. Okay, fine. Okay. And okay, enough. So is everyone ready to write the exam? If yes, just give me a thumbs up. Is everybody ready to write the exam? It's very simple and no need to worry and no need to get tensed. Okay, write what you have studied, because I have already told you or informed you about the importance of this topic and I have asked you to study the same. Okay, so if everybody is ready, please give me a thumbs up. Everyone, please. Yes. Okay, so arrange your camera as I can see your face and also your notebook. Okay, arrange the camera as I can see your face, both your face and your notebooks. Okay, last one. Lakshmi webcam ആണ്. Okay, fine. Okay, so my question is, write the chemical equation of photosynthesis. First question, write the chemical equation of photosynthesis. And second question, write the 3 steps of photosynthesis. That's all. Write the chemical equation of photosynthesis and list down the steps of photosynthesis. List down the major events that is taking place during photosynthesis. Okay, so I will give you just 5 minutes. Okay, so someone have raised his hands. Who is that? Alan. Doubt undo? Question parayalo. Okay, write the chemical equation of photosynthesis. Write the chemical equation of photosynthesis. Okay, fine. Chemical equation, okay? Chemical equation of photosynthesis. Chemical, that is the first question. And second question is, list down the major events occurring during photosynthesis. ഇത് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് ടീച്ചർ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങളെ കൊണ്ട് എക്സാം എഴുതിക്കുന്നത് എന്തുകൊണ്ടാ? എല്ലാ വർഷവും എവ്രി ഇയർ ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, മേജർ ഇവന്റ്സ് എപ്പോഴും ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴേ നല്ല അടിപൊളിയായിട്ട് പഠിച്ചു പോവാ. ഓക്കെ, സോ പെട്ടെന്ന് എഴുതിക്കോ. 5 മിനിറ്റ്. ഓക്കെ, 5 minutes. 6:45 വരെ എഴുതാം. ഓക്കെ, 6:45. സോ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഒന്നവർക്ക് കമന്റ് ചെയ്തോ. ഓക്കെ, സ്ക്രീനിലൊന്നും വാട്സ്ആപ്പ്. So everyone, please write what you know. Okay, you should not cheat me. Okay, write what you know. That's enough. Okay, അറിയില്ലെങ്കിൽ എഴുതണ്ട. Okay, അറിയണത് മാത്രം എഴുതിയാൽ മതി. Okay, done. Okay, yes, വാട്സ്ആപ്പ് നമ്പർ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം.
ഓക്കെ, അശ്വിൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ കംപ്ലീറ്റഡ്. ഓക്കെ, സോ നിങ്ങൾക്ക് വാട്സ്ആപ്പ് നമ്പർ ഇവിടെ സ്ക്രീനിൽ കാണാം. സോ ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യേണ്ടത്. 1 പേജ് ആണെങ്കിൽ നിങ്ങൾ ഫോട്ടോ എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക. ഓക്കെ, 1 പേജ്, നിങ്ങൾക്ക് 1 പേജ് അല്ലേ വരുള്ളൂ, ഒന്നിൽ കൂടുതൽ ഷീറ്റ്സ് ഇത് വരില്ല. അതാരത്? ആദിത്യ, നോ പ്രോബ്ലം. ആദിത്യ, നോ പ്രോബ്ലം. ഓക്കെ, അറിയുന്നത് മാത്രം എഴുതി സബ്മിറ്റ് ചെയ്യുക, ഒരു പ്രശ്നവും. ടീച്ചർ ചീത്ത പറയാൻ പോകുന്നില്ല. ഓക്കെ, നിങ്ങൾ പഠിച്ചത് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്നത്തേക്ക് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് എഴുതാൻ പറ്റിയില്ലെങ്കിൽ ടീച്ചർ കോൺടാക്ട് ചെയ്യാം നിങ്ങളെ. ഓക്കെ, ഫർദർ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ടീച്ചർ തരാം. ആൻഡ് നെക്സ്റ്റ് ക്ലാസ്സിലായാലും നമുക്ക് നോക്കാം. നെയിം എഴുതാൻ മറക്കരുത്. ഓക്കെ, നെയിം എഴുതാൻ മറക്കരുത്. ഒരു കാര്യം പറയാം, സിംഗിൾ ഷീറ്റ് ഉണ്ടാവുള്ളൂ നിങ്ങളുടെ ആൻസർ എന്ന് വിചാരിക്കണോ. സോ സിംഗിൾ ഷീറ്റ് ആണെങ്കിൽ നിങ്ങൾ അത് PDF ആക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാം. സബ്മിറ്റ് ചെയ്യാം, ഇപ്പൊ തന്നെ സബ്മിറ്റ് ചെയ്യാം. ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഇപ്പൊ തന്നെ സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിലൊരു ടെക്സ്റ്റ് മെസ്സേജ് ഉണ്ട്, നിങ്ങളുടെ പേരും ബയോളജി മാമിന്റെ പേരും, അതായത് ആതിര ടീച്ചർ, ടു ആതിര ടീച്ചർ അല്ലെങ്കിൽ ടു ആതിര മാം എന്ന് പറഞ്ഞ് സബ്മിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ടു ആതിര മാം എന്ന് പറഞ്ഞ് സബ്മിറ്റ് ചെയ്യാം. സബ്ജക്റ്റും എഴുതിക്കോ, ബയോളജി സബ്ജക്റ്റും എഴുതാം. ഓക്കെ, സോ ടീച്ചർക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാം. യെസ്, ഫോൺ എടുക്കാം കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, മേജർ ഇവന്റ്സ് ഒക്കറിംഗ് ഡ്യൂറിംഗ് ഫോട്ടോസിന്തസിസ് ട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? പെട്ടെന്ന് സബ്മിറ്റ് ചെയ്തോ. ഫോട്ടോ എടുക്കുക, ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സബ്മിറ്റ് ചെയ്യുക. സോ ടീച്ചർ പറയണ എവറി ഡേ ടീച്ചറിന്റെ ക്ലാസ്സിൽ ഉറപ്പായിട്ടും പ്രീവിയസ് ക്ലാസ്സിൽ എടുത്തത് ടീച്ചർ ചോദിച്ചിട്ട് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കുള്ളൂ. ഓക്കെ, so every day, okay, every day when you come to biology class you have to revise the topics that we have already completed in the previous class. Okay, clear ayo? Okay, are you ready? Is there any problem? Is there any problem? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രാങ്ക് ആയിട്ട് പറയാം. ഓക്കെ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഫ്രാങ്ക് ആയിട്ട് പറയാം. ഓക്കെ, സോ നമ്മൾ പഠിക്കുന്ന പോർഷൻസ് കറക്റ്റ്, ഓക്കെ ഓക്കെ, പഠിക്കുന്ന പോർഷൻസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സോ എവറി ഡേ, okay, every week namukku ഒരൊറ്റ ക്ലാസ് ഉള്ളൂ, ബയോളജിയുടെ ഒരൊറ്റ ക്ലാസ് ഉള്ളൂ. സോ യു ഹാവ് ടു റിവൈസ് ദ പോർഷൻസ് ദാറ്റ് വി ഹാവ് ഓൾറെഡി ലേൺഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്. ഓക്കെ okay, if you don't know the answer, no problem, but you have to submit whatever you know. Okay, എന്താ അറിയുന്നത് എന്താണെന്ന് വെച്ചാൽ എഴുതി സബ്മിറ്റ് ചെയ്യുക, ദാറ്റ്സ് ഇനഫ്. ഓക്കെ, ഈ ഒരു ടോപ്പിക് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ റിലേറ്റഡ് അറിയുന്നത് എന്താണോ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ന്യൂ ജോയിനിങ് സ്റ്റുഡൻസ് ചിലപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം, but you just submit whatever you know. Okay, write whatever you know and just submit. Okay, send chedu. Okay, Shaurya, okay, fine. Sir, comment box on the well that comment box. Okay, so is everyone done with the exam? Is everyone done with the exam? If yes, please give me a thumbs up. Or if anyone is still writing the exam, please raise your hands. Is anyone still doing with the exam? Please raise your hands. Okay. Yes, okay. Please, students, please submit your exam because it's already time up. It's 6:46. Submitting. Okay, fine. Yes, finished. Okay, fine. Okay, so how was the exam? How was the exam? Easy? Easy. Yes, easy. Selection easy. Okay. East. That East. East. Yeah. Easy. Okay, fine. Yes, easy. Okay, so phone ഇപ്പോൾ അവൈലബിൾ അല്ലാത്ത ഒരു ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളുടെ പാരന്റ്സ് വരുമ്പോൾ സബ്മിറ്റ് ചെയ്താലും മതി. ഓക്കെ, നിങ്ങൾ പഠിക്കുക. ഒരു കാര്യം മനസ്സിലാക്കുക, ടീച്ചറുടെ ഇന്റൻഷൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങളെ കൊണ്ട് എക്സാമിനെ കൊണ്ട് പീഡിപ്പിക്കുക, ടെൻഷൻ അടിപ്പിക്കുക, അങ്ങനെ ഒന്നുമല്ല. നിങ്ങൾ കണ്ടന്റ് പഠിക്കണം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ടീച്ചർ ഇതുപോലെ നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കുക. ഓക്കെ, സോ അതുകൊണ്ടാണ് പറയുന്നത് ഹാൻഡ് റൈറ്റിംഗ് പ്രോബ്ലം അല്ല. ഹാൻഡ് റൈറ്റിംഗ് പ്രോബ്ലം ആണെന്ന് വെച്ചാൽ എക്സാമിന് എഴുതുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് എഴുതണം. എപ്പോഴും നമ്മുടെ പേപ്പറിൽ പ്രസന്റ് ചെയ്യണത് നീറ്റ് ആണെങ്കിൽ ടീച്ചേഴ്സിന് എപ്പോഴും മാർക്ക് ഇടാനായിട്ട് തോന്നും. അതുകൊണ്ട് എപ്പോഴും നല്ല രീതിക്ക് എഴുതാം. നമ്പർ കിട്ടിയില്ല, നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, വാട്സ്ആപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വാട്സ്ആപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, നോക്കുക, അതിലേക്ക് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഇതിലേക്കാണ് നിങ്ങൾ എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ നമ്പറിലേക്കാണ് നിങ്ങളുടെ 10th എല്ലാ സബ്ജക്ട്സിന്റെ എല്ലാ കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യേണ്ടത്, ഈ നമ്പറിലേക്കാണ് കേട്ടോ. ഓക്കെ, ഓവർ. ഓക്കെ, ഫൈൻ. Sona, right? Sona.
Okay, so I think everyone is done with the exam, right? Mati enough. So still writing ആയിട്ടുള്ള essay question ഒന്നും തന്നില്ലല്ലോ, ലിസ്റ്റ് ഡൗൺ ചെയ്യാനല്ലേ പറഞ്ഞുള്ളൂ. കഴിഞ്ഞോ? ഹാൻഡ് റേസ് ചെയ്തിരിക്കുന്നവരൊന്ന് വിളിച്ചേ. ജസ്ലിൻ കഴിഞ്ഞോ? ജസ്ലിൻ then സെൻഡ് ചെയ്തോണ്ടിരിക്കുക. Okay fine. Then Dia, did you submit? Okay fine. Then Yashodev, right? Srihari. Yes ma'am. Just send me the link. Okay fine. Srihari video on ചെയ്യാൻ പറ്റോ? ഇതിൽ ഇഷ്യൂ ഉണ്ടോ? ഇത് ഓൺ ആവണില്ല. ഇതിൽ ഓൺ ആണ്, പക്ഷെ ഇതൊക്കെ കാണില്ല. ഇത് സൂമിലാണോ? So now don't skip the class because we are taking tuition, right? Even you have completed these chapters in your school, what's the problem? You can learn it again, right? Yeah. Don't skip the class. നെറ്റ് ഇഷ്യൂ ആയതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ് ദർശനയ്ക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ആസ്ക് ഫോർ ദ ലിങ്ക് ടു ദ അഡ്മിൻ. ഓക്കെ, അഡ്മിനെ കോൺടാക്ട് ചെയ്തിട്ട് ലിങ്ക് ചോദിക്കുക, ലാസ്റ്റ് ക്ലാസിന്റെ ലിങ്ക് ചോദിക്കുക. Yes, it's okay to submit after the class if you have any problem. മിസ്സിന്റെ പേര് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടല്ലോ. മാമിന്റെ നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. Can you please explain the equation? Okay. Okay, so shall we start our class today? So exam എഴുതി എല്ലാവരും ഉഷാറൊക്കെ പോയോ? ഓഫായി പോയോ? പവർ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കാണിച്ചേ. Okay fine. Okay, that's fine. Surya, that's fine. Okay, yes. Okay, so ഉഷാറായിട്ട് വരെ ക്ലാസിന്റെ വൈബ് കളയരുത്, നമുക്ക് ആ വൈബിൽ തന്നെ പോകണം. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തു ടീച്ചർ ചെക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലാസ്സിൽ ഫീഡ്ബാക്ക് പറയാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ടീച്ചർ പറയാം. സോ നമുക്കറിയാം ഈ ഒരു ചാപ്റ്ററിൽ 6th ചാപ്റ്റർ ദാറ്റ് ഈസ് ലൈഫ് പ്രോസസ്സിൽ ഈ 4 ടോപ്പിക്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ന്യൂട്രീഷൻ, റെസ്പിറേഷൻ. Okay, so enough, fine. Okay, nutrition, respiration, transportation and excretion. Sir, നമുക്ക് നമ്പർ മാറ്റാം. Okay, so nutrition എന്ന് പറഞ്ഞ ടോപ്പിക് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. ആൻഡ് സ്റ്റിൽ ഇന്ന് നമ്മൾ ആ ഒരു ന്യൂട്രീഷൻ ആണ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ന്യൂട്രീഷൻ കംപ്ലീറ്റ് ചെയ്യും. നെക്സ്റ്റ് ക്ലാസ്സിലാണ് നമ്മൾ റെസ്പിറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഇത്രയും സ്ലോയിൽ പോകുന്നതിന്റെ കാരണം എന്താ? Because നമുക്ക് ടൈം ഉണ്ട്. We have enough time and we have to study. Whatever we are studying, we have to study it thoroughly. Okay, so അതാണ് ടീച്ചറുടെ ഇന്റൻഷൻ. സോ എന്ത് നിങ്ങൾ പഠിക്കുന്നു ജസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് പോയാൽ പോരാ, നിങ്ങൾ പഠിച്ചു പോകുന്ന കാര്യം തറോ ആയിട്ട് അടിപൊളിയായിട്ട് പഠിച്ചു പോകണം. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും നിങ്ങളെ കൊണ്ട് പഠിപ്പിച്ച് എക്സാം എടുത്ത് ഇങ്ങനെ പോകുന്നത്. ഓക്കെ, സോ അത് നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യണം. ആ ഒരു സിസ്റ്റത്തിനോട് നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യണം, അഡാപ്റ്റ് ചെയ്യണം. ഓക്കെ, WhatsApp keeps stopping. Storage. Okay, സ്റ്റോറേജിന്റെ പ്രശ്നമായിരിക്കും കേട്ടോ. ലക്ഷ്മി നമ്പർ മാറിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് നമ്പറിലേക്ക് അയച്ചേ? അതാരാ? ജസ്ലിൻ സാർ, ആ നമ്പർ ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ട് കൊടുത്തു. ഓക്കെ, നമ്പർ ഒന്നും കൂടെ കമന്റ് ബോക്സിൽ ചാറ്റിൽ ഇട്ടുതരാം കേട്ടോ. ഓക്കെ, സോ നമ്മളിന്ന് ന്യൂട്രീഷൻ ആണ് നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ന്യൂട്രീഷൻ, there are 2 types of nutrition, that is autotrophic nutrition and heterotrophic nutrition. എല്ലാവരും ശ്രദ്ധിച്ച്, everybody please listen. Okay, so there are 2 types of nutrition we told, that is autotrophic and heterotrophic. Okay, autotrophic and heterotrophic. And auto means what is the meaning of auto? What is the word or what is the term meaning of auto? Comment cheyide. Yes, everybody should know the answer because we have already studied it in the last class. Okay, comments. Yes, self, right? Okay, everybody is answering self. Correct ആണ്. Self nutrition, they are preparing their food by themselves, that is known as autotrophic. And do you remember the examples for autotrophic organisms, or those organisms which is having autotrophic method of or type of nutrition? They can synthesize their own food, right? Yes, green plants, excellent. Green plants,
Blue green algae correct ആണ്. Lakshmi Sri correct. Everybody എല്ലാവരുടെയും answers correct ആണ് ട്ടോ. Okay, so everybody is commenting the right answer, that is blue green algae and green plants. Okay, green plants. So നമ്മൾ example പറഞ്ഞു, then heterotrophic nutrition. In heterotrophic nutrition we know that heterotrophic nutrition organisms depend upon other organisms for their food, and there are 3 different types of heterotrophic nutrition. Which were they? Which were they? 3 different types of heterotrophic nutrition. If anybody want to answer, please raise your hands. Who knows the answer? Which are the 3 different types of heterotrophic nutrition? Yes, sir. Let's ask Nia. Nia. Can you tell me which are the 3 different types of heterotrophic nutrition? Holozoic mode of nutrition. Yes, holozoic. Parasitic nutrition. Parasitic. Saprophytic mode of nutrition. Yes, saprophytic. Yes, correct ആണ്. Okay, 3 different types of nutrition. They are saprophytic, parasitic and holozoic. So we know that examples for saprophytic. Which were the examples for saprophytic? Second one. Sagarika. Sagarika. Fungi, mushroom. Yes, fungi and mushroom, or fungi and mushroom. Then which are the examples for parasitic? Hanna. Hanna. Yes, ma'am. Can you give me examples for organisms that undergo, that is having parasitic mode of nutrition? Parasitic human beings. Parasitic. Fungus. No. Lysis. Lysis, okay, fine. Then Mites. mites, okay, fine. Ticks. Ticks, then Loranthus, right? Cuscuta. Yes, Cascuda, then. Okay, so you already gave me 5 examples. Very good. Okay, excellent. Now the other one, give me examples for holozoic nutrition. Who is that? Yashodev. Yashodev. Mel and amoeba. അതവിടെ ഇരിക്കട്ടെ. യശോദേവ് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ പോയി? ലീവ് ആയിരുന്നോ? കഴിഞ്ഞ ബയോളജി ക്ലാസ്സിൽ ലീവ് ആയിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് എവിടെ പോയി? മുങ്ങിയില്ലേ ഇടയില്? എല്ലാവരും പറ, മുങ്ങിയില്ലേ? യശോദേവ് പാട്ട് പാടാൻ. ആണോ? വിശ്വസിക്കട്ടെ. അപ്പൊ ഈ ക്ലാസ്സിന്റെ ലാസ്റ്റിൽ പാട്ട് പാടുവോ? പാട്ട് പാടും. അപ്പൊ അടിപൊളി. അപ്പൊ ഞാൻ വിശ്വസിച്ചു. ഓക്കെ ഫൈൻ. സോ കറക്റ്റ് ആൻസർ ആണ്. നോക്കാം, സാപ്രോഫൈറ്റിക്കിന് എക്സാമ്പിൾസ് ആണ്. ഫംഗൈ, ഈസ്റ്റ് എല്ലാം സാപ്രോഫൈറ്റിക്കിന് എക്സാമ്പിൾസ് ആണ്. പാരസൈറ്റിക്കിന് എക്സാമ്പിൾ ആണ് കാസ്ക്യൂട്ട ആൻഡ് പ്ലാസ്മോഡിയം. ദെൻ ഹോളോസോയിക്കിന് എക്സാമ്പിൾ ആണ് മാൻ ആൻഡ് അമീബ. സോ നമുക്കറിയാം ഡിഫറെന്റ് ഓർഗാനിസം അല്ലെ, ഡിഫറെന്റ് ഓർഗാനിസംസിന്റെ എന്താ ഡിഫറെന്റ് ഓർഗാനിസംസിന് ഫുഡ് അവൈലബിലിറ്റി ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ അവർ ഇൻജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഇൻടേക്ക് ചെയ്യുന്ന ഫുഡ് മെറ്റീരിയൽസ് ഡിഫറെന്റ് ആയിരിക്കും. ആൻഡ് അവർ എങ്ങനെയാണ് അത് ഇൻടേക്ക് ചെയ്യുന്നത് എന്നുള്ള വേസും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ പല ഓർഗാനിസംസ് പല മെത്തേഡിലാണ് ഫുഡ് ഇൻടേക്ക് ചെയ്യുക. സോ ചില ഓർഗാനിസംസ്, സം ഓർഗാനിസംസ് ദേ ബ്രേക്ക് ഡൗൺ ദ ഫുഡ് മെറ്റീരിയൽസ് ഔട്ട്സൈഡ് ദർ ബോഡി, then they take in the food materials. For example, mushroom, fungi ഒക്കെ അങ്ങനെയാണ് അല്ലേ. So they break down the food materials outside, then they take in or they absorb the nutrients into the body. But some organisms like amoeba or human beings, they take in the whole food and then they digest or break down the food inside their body, right? Clear ആയോ? Okay, so different types of food അത് എങ്ങനെയാണ് obtain ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് അവരുടെ method of taking ഒക്കെ different ആണ്. Okay, so some organisms they break down the food outside their body, then they absorb the nutrients into the body, whereas some take in the whole food and then they digest that inside their body. Okay, so it is different for different organisms. So അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ 2 എക്സാമ്പിൾസ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ന്യൂട്രീഷൻ ഇൻ അമീബ ആൻഡ് ന്യൂട്രീഷൻ ഇൻ പാരമീസിയം. ഓക്കെ, ന്യൂട്രീഷൻ ഇൻ അമീബ ആൻഡ് ന്യൂട്രീഷൻ ഇൻ പാരമീസിയം. സോ നമുക്ക് ആ ഒരു അനിമേഷൻ കണ്ടുനോക്കിയാലോ സർ? ഓക്കെ, സോ റെഡി ആണോ? ഒരു അനിമേഷൻ കാണണോ? ഓക്കെ, റെഡി ആണെങ്കിൽ പർപ്പിൾ കളർ ഹാർട്ട് തന്നേ. യെസ്,
Yes, so you know that single celled organisms, that is unicellular organisms, എന്താണ് അവർക്ക് ഒറ്റ സെല്ലുള്ളൂ. ഒരു അമീബയുടെ കേസ് ആണെങ്കിൽ നമുക്ക് അമീബ അറിയാം, വളരെ ഇറഗുലർ ആയിട്ടുള്ള ബോഡി ഷേപ്പ് ഉള്ള ഒരു ഓർഗാനിസം, ഒരു മൈക്രോ ഓർഗാനിസം ആണ് അമീബ എന്ന് പറയുന്നത്. സോ അവരുടെ ആ ഒരു സിംഗിൾ സെല്ലാണ് അവരുടെ ബോഡിയിൽ എല്ലാ ലൈഫ് പ്രോസസ്സും ഹാൻഡിൽ ചെയ്യുന്നത്. ആ ഒരു സിംഗിൾ സെൽ എന്ന് പറയുന്നത് അവരുടെ എൻറ്റയർ ബോഡിയാണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ കാണാനുള്ള രണ്ട് എക്സാമ്പിൾസും അമീബ ആയിക്കോട്ടെ പാരമീസിയ ആയിക്കോട്ടെ രണ്ടും സിംഗിൾ സെൽഡ് ഓർഗാനിസം ആണ്. സോ അമീബ എങ്ങനെയാണ് ഫുഡ് ഇൻടേക്ക് ചെയ്യണേന്ന് നമുക്ക് കണ്ടുനോക്കാം. ഓക്കെ, പറയുമ്പോൾ സാർ ഒന്ന് പോസ് ചെയ്യാം. ഓക്കെ, പ്ലേ ചെയ്തു. ഓക്കെ, വെയിറ്റ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടോ? കളർ ഡിഫറൻസ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ എൻറ്റയർ ഓർഗാനിസത്തിനെ കാണുന്നുണ്ടോ? ഓക്കെ, സോ ഇത് ഏതാണ്? അമീബ, റൈറ്റ്? മുഹമ്മദ് ഒരു ഹലോ പറഞ്ഞിട്ട് മുഹമ്മദ് എന്താ കാര്യം പറഞ്ഞോ? ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ ഓർഗാനിസത്തിനെ കാണാം. സോ ദിസ് ഇസ് അമീബ, റൈറ്റ്? ഒരു സിംഗിൾ സെൽഡ് ആയിട്ടുള്ള യൂണിസെല്ലുലർ ഓർഗാനിസം ആണ് അമീബ, റൈറ്റ്? അമീബ. പ്രീവിയസ് സ്ലൈഡ് എന്തായിരുന്നു? പ്രീവിയസ് സ്ലൈഡ് കാണിക്കാം കേട്ടോ, അനിമേഷൻ കഴിഞ്ഞിട്ട് കാണിക്കാം. ഓക്കെ, സോ അമീബയുടെ ന്യൂക്ലിയസ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തതിന് ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ലേബലിംഗ് ആണ്. ആൻഡ് യു ക്യാൻ സീ ദർ എ ഫുഡ് പാർട്ടിക്കിൾ. കാണുന്നുണ്ട് ഏറ്റവും മുകളിൽ ദർ ഇസ് എ ഫുഡ് പാർട്ടിക്കിൾ. സോ ആ ഒരു ഫുഡ് പാർട്ടിക്കിൾ എങ്ങനെയാണ് നമ്മുടെ അമീബ ഇൻജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻഗൾഫ് ചെയ്യുന്നത് നമുക്ക് കണ്ടുനോക്കാം. ഓക്കെ, സോ പ്ലേ ചെയ്യാം സർ. ഓക്കെ, സോ എന്താണ് ഉണ്ടായേ നോക്കാം. എന്താ ചെയ്യാൻ പോകുന്നേ? അവിടെ അമീബയുടെ ബോഡി സർഫേസിൽ നിന്ന് രണ്ട് എക്സ്റ്റൻഷൻസ് വന്നിട്ട് ആ ഒരു ഫുഡ് പാർട്ടിക്കിളിനെ എൻഗൾഫ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാണ്. എൻഗൾഫ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ശരിക്കും ഒരു ഫുഡ് പാർട്ടിക്കിൾ, നമ്മൾ ഒരാളെ ഹഗ് ചെയ്യുന്ന പോലെ അല്ലേ നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നല്ലേ? സോ ഫുഡ് പാർട്ടിക്കിളിനെ ഹഗ് അല്ലെങ്കിൽ എൻഗൾഫ് ചെയ്യാണ് ചെയ്യുന്നേ. വെയിറ്റ് ഒരു സെക്കൻഡ്. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ, സോ അമീബ എന്താ ചെയ്തത്? അമീബയുടെ ബോഡിയിൽ നിന്ന് രണ്ട് പ്രൊജക്ഷൻസ് വന്നു. എന്താണ്? അവരുടെ ബോഡി തന്നെ, അവരുടെ ബോഡിയിൽ ഏതെങ്കിലും രണ്ട് പാർട്ട് എന്താണ്, രണ്ട് പ്രൊട്രൂഡിങ്സ് അല്ലെങ്കിൽ രണ്ട് പ്രൊജക്ഷൻസ് വന്ന് എന്ത് ചെയ്തു? നമ്മുടെ ഫുഡ് പാർട്ടിക്കിളിനെ എൻഗൾഫ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, എൻഗൾഫ് ചെയ്യാനായിട്ട് പോവാണ്. സോ ആ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിന് നമ്മൾ എന്ത് പറയും? ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിന്റെ നെയിം എന്താ? സ്യൂഡോപോഡിയ. ഓക്കെ, സ്യൂഡോപോഡിയ. ഓക്കെ, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് അല്ലെങ്കിൽ ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ ദാറ്റ് എൻഗൾഫ്സ് ദ ഫുഡ് മെറ്റീരിയൽ ഈസ് നോൺ ആസ് സ്യൂഡോപോഡിയ. സോ ഫുഡ് തേടി the amoeba will move towards the food and then they will engulf the food using their pseudopodia. Do anyone know the meaning of pseudo? What is the meaning of pseudo and what is the meaning of podia? Is there anyone here who knows the meaning of pseudo and podia? Yes, Mayur. Hello. അറിയില്ല. ഓക്കെ ഫൈൻ, ഓക്കെ ഫൈൻ. അതാരാ? അശ്വിൻ. Yes, correct ആണ്. Pseudo means false. Okay, pseudo, P-S-E-U-D-O. Okay, pseudo means false എന്നാണ്. And podia means നമുക്ക് legs എന്നും പറയാം, feet അല്ലെങ്കിൽ feet. Okay, legs അല്ലെങ്കിൽ feet. നമ്മുടെ അമീബയുടെ false feet ആണ് pseudopodia. false feet. ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ആൻസർ ആണ്. pseudo means false and podia means feet. So false feet എന്ന് പറയാൻ കാരണം എന്താ? അത് permanent feet അല്ല അല്ലെങ്കിൽ permanent foot അല്ല. Because they are temporary, right? Because they are not permanent. അവർ ഫുഡ് വരുമ്പോൾ അവരുടെ ഏത് ബോഡി പാർട്ടിന് വേണമെങ്കിലും ഇതുപോലെ pseudopodia ആയിട്ട് ആക്ട് ചെയ്യാം. So they are not permanent. Okay, they are temporary structures. So they are known as pseudo. അതുകൊണ്ടാണ് false എന്ന് പറയുന്നത്. True അല്ല, false ആണ്. So they are known as false feet. They are pseudopodia. Okay, then നമുക്ക് നോക്കാം. സർ പ്ലേ ചെയ്യാം. Okay, stop. നോക്കാം. ഫുഡ് എൻഗൾഫ് ചെയ്തു അല്ലേ? ഫുഡ് എൻഗൾഫ് ചെയ്തു. So you can see here the food particle is present inside the pseudopodia and here it forms the food vacuole അല്ലേ? ഫുഡ് vacuole, yes, forms a vacuole. അതൊരു vacuole ഫോം ചെയ്തു. And ആ ഫുഡ് vacuoleന്റെ അകത്താണ് നമ്മുടെ ഫുഡ് ഇരിക്കുന്നത്. Okay, food particle is now present inside the food vacuole. Okay, now let's see what happens. Yes. Okay, fine. Wait. Okay, so the food vacuole, it have came into the body and here what happened to the food particle?
ഫുഡ് പാർട്ടിക്കിളിന് എന്താ സംഭവിച്ചേ? ഡിഡ് യു നോട്ടീസ് ദാറ്റ്? ഡിഡ് യു സീ ദാറ്റ്? ഫുഡ് പാർട്ടിക്കിളിന് എന്താ സംഭവിച്ചേ? വാട്ട് ഹാപ്പൻ ടു ദ ഫുഡ് പാർട്ടിക്കിൾ? യെസ്, വാട്ട് ഹാപ്പൻ ടു ദ ഫുഡ് പാർട്ടിക്കിൾ? നമുക്ക് കമന്റ്. യെസ്, ബ്രേക്ക് ഡൗൺ, ഡൈജസ്റ്റ്, ബ്രോക്കൺ ഡൗൺ. യെസ്, ഓക്കെ ഫൈൻ, കറക്റ്റ് ആണ്. അതായത് ഫുഡ് പാർട്ടിക്കിളുടെ ബ്രേക്ക് ഡൗൺ, ആ കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് പാർട്ടിക്കിൾ ഇറ്റ് ഹാസ് ബ്രേക്കൺ ഡൗൺ ഓർ ബ്രോക്കൺ ഡൗൺ ഇൻടു സിംപ്ലർ കമ്പോണൻസ്, സിംപ്ലർ കോമ്പോണൻസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തു. കറക്റ്റ് ആണ്. ആൻഡ് അത് ഹെൽപ്പ് ചെയ്യുന്നത് ആരാന്ന് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് അത് പഠിക്കാനില്ല, എന്നാലും ടീച്ചർ എക്സ്ട്രാ ആയിട്ട് ചോദിക്കുകയാണ്. ഡു യു നോ വിച്ച് സെൽ ഓർഗനലെ ഹെൽപ്സ് ഇൻ ദ ഡൈജഷൻ ഓഫ് ദാറ്റ് ഫുഡ് പാർട്ടിക്കിൾ? സർ കമന്റ്. Okay, which cell organelle helps to digest that food particle? ഏതാണ്? Nucleus? No, not nucleus. ആ ഒരു കാര്യം ഇവിടെ നിങ്ങൾ കാണിച്ചിട്ടില്ല, ബിക്കോസ് ദാറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടന്റ് ഫോർ യു. അതുകൊണ്ടാണ് ടീച്ചർ അത് ഇവിടെ ആ ഒരു ആനിമേഷനിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത്. വാക്യൂൾ അല്ല. യെസ്, ഹു ഇസ് ദാറ്റ്? നിതുമ. ഫസ്റ്റ് കമന്റ്, ടോപ്പ്. യെസ്, ലൈസ്. നൗമി. ഓക്കെ, നൗമി ഒരു ആൻസർ ഈസ് റൈറ്റ്. ലൈസോസോംസ്. ഓക്കെ, കുറച്ച് പേര് വീണ്ടും കമന്റ്, ആദിലക്ഷ്മി കമന്റ് ചെയ്തിട്ടുണ്ട്. ലൈസോസോംസ് ആണ്. ഓക്കെ, ലൈസോസോംസ്. നിങ്ങൾക്ക് അറിയോ ലൈസോസോംസ്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലൈസോസോംസ്. ഓക്കെ, നമ്മുടെ ന്യൂക്ലിയസ് സോറി സെൽ ഓർഗനലി ആയിട്ടുള്ള ലൈസോസോംസ് എന്ന് പറഞ്ഞിട്ടൊരു സെൽ ഓർഗനലി ഉണ്ട്. ഓക്കെ, സോ ലൈസോസോംസിന്റെ അകത്ത് എന്തുണ്ട്? യെസ്, ദേ ആർ നോൺ ആസ് സൂയിസൈഡൽ ബാഗ്സ്. കറക്റ്റ് ആണ്. സൂയിസൈഡൽ ബാഗ്സ് ഓഫ് ദ സെൽ ആണ് എന്താ ലൈസോസോംസ് എന്ന് പറയുന്നത്. ആൻഡ് ലൈസോസോംസ് കണ്ടെയ്ൻ lysosome contain enzymes in them. Digestive enzymes present ആണ്. Enzymes present ആണ് ലൈസോസോമിന്റെ അകത്ത്. And lysosome it will combine with the food vacuole. Okay, lysosome combines with the food vacuole and the enzymes present in the lysosome digest or break down the food particle. Okay, clear ആയോ? Okay, സോ അതാണ് സംഭവിക്കുന്നത്. ആൻഡ് അത് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ബട്ട് ഈ ഒരു വേ ഓഫ് ഇൻജക്ഷൻ സ്യൂഡോപോഡിയ യൂസ് ചെയ്ത ഒരു ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നത് നിങ്ങൾ അറിയണം. അത്രേ ഉള്ളൂ. ഓക്കെ, സോ ആരാണ്? Shriya, what's your doubt? Hello Shriya. Cytoplasm? Cytoplasm ഈസിക്കലോടെ വരുന്നോ? ക്ലിയർ ആയില്ല, ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. സ്ട്രക്ചറിൽ സൈറ്റോപ്ലാസം എവിടെയെങ്കിലും ഉണ്ടാവും? ആ, സൈറ്റോപ്ലാസം ഉണ്ട്. അതിന്റെ ബോഡി കംപ്ലീറ്റ് സൈറ്റോപ്ലാസം ആണ്. ഇതൊരു സെല്ലാണ്, ഒരു സിംഗിൾ സെല്ലാണ് നമ്മുടെ അമീബ എന്ന് പറയുന്നത്. ഓക്കെ, ആ സൈറ്റോപ്ലാസത്തിലാണ് ഈ കാണുന്ന ബ്ലൂ കളർ ഇന്നർ ഏരിയയിൽ ഫുൾ സൈറ്റോപ്ലാസം ആണ്. ഓക്കെ, സോ അതിനകത്താണ് എല്ലാ സെൽ ഓർഗനൽസും അതുപോലെ ന്യൂക്ലിയസും എല്ലാം. ന്യൂക്ലിയസ് ഒരു സെൽ ഓർഗനൽ തന്നെയാണ്. സോ എല്ലാം അതിനകത്താണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഓക്കെ ഫൈൻ. ഓക്കെ സാർ, നമുക്ക് പ്ലേ ചെയ്യാം. ഓക്കെ, ഫുഡ് ഇൻടേക്ക് മറക്കരുത്. എന്താണ്? ദേ ആർ യൂസിങ് ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ദാറ്റ് ഈസ് നോൺ ആസ് സ്യൂഡോപോഡിയ ഫോർ എൻഗൾഫിംഗ് ദ ഫുഡ് പാർട്ടിക്കിൾ. ഓക്കെ, റിമൈനിങ് അൺഡൈജസ്റ്റ് ഫുഡിന് പുറത്തേക്ക് എമിറ്റ് ചെയ്യണം. നോക്കിയാലോ, ഹൗ ഡു ദേ എജക്ട്? അത് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൽ പഠിക്കാനില്ല, ജസ്റ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് പ്രോസസ്സ് അറിയാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, സോ റിമൈനിങ് വേസ്റ്റ് പാർട്ടിക്കിൾസ് അവർ സിമ്പിൾ ആയിട്ട് ഈസിലി ഡിഫ്യൂഷൻ ആണ്, സിമ്പിൾ ഡിഫ്യൂഷൻ ആണ്. ഡിഫ്യൂഷൻ വഴി പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്യും. ക്ലിയർ ആയോ? സോ ഇതാണ് സംഭവിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്താണ്? സ്യൂഡോപോഡിയ. ഓക്കെ, ദ അമീബ യൂസസ് സ്യൂഡോപോഡിയ ഫോർ ഇൻജസ്റ്റിംഗ് ഫുഡ്. ഓക്കെ സാർ, നമുക്ക് അനിമേഷൻ മാറ്റാം. ഓക്കെ, നൗ നെക്സ്റ്റ് ഓർഗാനിസം ആണ് പാരമീസിയം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് പാരമീസിയം. സോ പാരമീസിയത്തിന് എങ്ങനെയാ? പാരമീസിയം ഈസ് ഹാവിംഗ്, നോക്കാം പാരമീസിയം നോക്കി. പാരമീസിയം ഈസ് ഹാവിംഗ് സീലിയ. സീലിയ എന്ന് പറഞ്ഞാൽ എന്താ? ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ്. നമുക്ക് നോക്കാം പാരമീസിയത്തിന്റെ സ്ട്രക്ചറിന്റെ കംപ്ലീറ്റ് ഔട്ടർ റീജിയൻ, ഔട്ടർ കവറിംഗിൽ നമുക്ക് എന്ത് കാണാം? ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ദ ഫുഡ് ഓഫ് അമീബ എന്ന് ചോദിച്ചിട്ടുണ്ട്. അമീബ വളരെ മൈക്രോ ആയിട്ടുള്ള ഈ അമീബ അല്ലെങ്കിൽ പാരമീസിയം ഇവർ എവിടെയൊക്കെയാണ് ശരിക്കും പ്രസന്റ് ആയിരിക്കുക? വേസ്റ്റ് വാട്ടറിൽ അല്ലെങ്കിൽ ഡേർട്ടി ആയിട്ടുള്ള വാട്ടർ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിൽ അല്ലെങ്കിൽ വാട്ടർ ബോഡീസ്, ഇപ്പൊ നമ്മുടെ കുളങ്ങളായിക്കോട്ടെ, പോൺസ് ആയിക്കോട്ടെ, ലേക്സ് ആയിക്കോട്ടെ, ഇതിലൊക്കെ ഇങ്ങനത്തെ ഒരുപാട് മൈക്രോബ്സ് പ്രസന്റ് ആയിരിക്കും. ഓക്കെ, സോ അതിലുള്ള സൂ പ്ലാങ്ക്ടൺസ് അല്ലെങ്കിൽ വളരെ മൈക്രോ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് അവരുടെ ഫുഡ് ആയിരിക്കുക. ബിക്കോസ് നമുക്കറിയാം ഈ ഓർഗാനിസംസ് അത്രയും മൈന്യൂട്ട് ആണ്, അത്രയും ടൈനി ആണ്. സോ അതിലും ടൈനി ആയിട്ടുള്ള സൂ പ്ലാങ്ക്ടൺസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ആയിട്ട് അങ്ങനെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ളതാണ് ഇവരുടെ ഫുഡ് എന്ന് പറയുന്നത്. ഓക്കെ,
ഓക്കെ, നോക്കുക നമ്മുടെ പാരമീസിയത്തിന് എന്താണ് ചുറ്റും, പാരമീസിയന്റെ ഔട്ടർ സർഫസ് ചുറ്റും അവർക്ക് എന്തുണ്ട്, ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് known as cilia. Okay, they are having cilia, hair like structures known as cilia is present all over its body. Okay, and that cilia helps in its movement, അവരുടെ മൂവ്മെന്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫുഡ് ഇൻടേക്കിന് വേണ്ടിയിട്ടും ആരാ ഹെൽപ്പ് ചെയ്യുന്നത്, ഈ സീലിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് കാണാം ബ്ലാക്ക് കളർ സ്പോട്ട് കാണുന്നുണ്ട്, അതാണ് അവരുടെ ഫുഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ബ്ലാക്ക് കളർ സ്പോട്ടിൽ കൊടുത്തിരിക്കുന്നതാണ് അവരുടെ ഫുഡ്. ഓക്കെ, സോ ആ ഹെയർ ലൈക്ക് സീലിയ ദാറ്റ് ഹെൽപ്പ് ടു കളക്ട് ദ ഫുഡ് ആൻഡ് ടേക്ക് ഇറ്റ് ഇൻ ടു ദ ബോഡി. ക്ലിയർ ആവുന്നുണ്ടോ? സോ ഇവിടെ നിങ്ങൾ രണ്ട് എക്സാമ്പിൾസ് കണ്ടു, അമീബ ആൻഡ് പാരമീസിയം. സോ ഡിഡ് യു നോട്ടീസ് എനി ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ന്യൂട്രീഷൻ, these two types of intake of food? Is there any difference? എന്താണ് മേജർ ഡിഫറൻസ് ടീച്ചർ ചോദിക്കുന്നതാണ്. Did you find or did you identify any difference? Okay, one has raised her hand. Who is that? Anne Maria. ടീച്ചർ അമീബയ്ക്ക് ഡെഫിനറ്റ് സ്ഥലമൊന്നുമില്ല ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നത്, പക്ഷെ പാരമീസിയത്തിന് ഒരു ഡിഫറെന്റ് സ്ഥലമുണ്ട് ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നത്. Yes, correct, that's the right answer. Okay, so അമീബയ്ക്ക് ഇൻഡെഫിനിറ്റ് ഷേപ്പ് ആണ്, നമ്മുടെ പാരമീസിയത്തിന് കറക്റ്റ് ആയിട്ടൊരു ഷേപ്പ് ഉണ്ട്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ടീച്ചർ ചോദിക്കാൻ, നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. ഡു യു നോ another name for paramecium? Based on its structure, there is a name given to this organism. Do you know another name of paramecium? പാരമീസിയത്തിന്റെ വേറൊരു പേര് അറിയോ? ഹാൻഡ് റൈസ് ചെയ്തോ. ഓക്കെ, ആരാ? ലക്ഷ്മി പറഞ്ഞോ. ഞാൻ അമീബിനെ കുറിച്ച് പറയാൻ വേണ്ടി. ഓക്കെ ഫൈൻ, ഓക്കെ ഫൈൻ, ഓക്കെ. ന്യൂയം. Noam, do you know the answer? Noam, did you hear the question? Another name for Paramecium. paramecium. Yeah. Chousons and another paramecium. You don't know? Describe type. Okay. Okay, fine. ന്യൂ സംസാരിക്കാൻ ജസ്റ്റ് ലേറ്റ് ആയിട്ടോ പറഞ്ഞേ. Okay, so I think there are many students answering, giving right answer. So let me check. Shaurya, your answer is right. Sir, can I see? Okay. Shaurya, your answer is right. Then Lakshmi, yes, right answer. Okay. Slipper, everyone is saying Nia. I think Nia has commented the right answer first. Okay. Noam also commented. Okay, slipper animalcule. Okay, you can see that it is having a similar structure or similar shape of a slipper, right? And it is known as slipper animalcule. Okay, slipper animalcule. Okay, so you can see here it is having a definite shape. Okay, so you notice that amoeba, it is not having a definite shape. Okay, it is very irregular in its structure and there is no specific site for taking in food. Okay, but in case of amoeba, there is a specific site or specific region or spot to intake the food. Is that is clear? That is the difference between the nutrition in amoeba and nutrition in paramecium. And here cilia is the structure that helps to take in the food into its body. Okay, in case of amoeba it was pseudopodia, but here in case of paramecium it is having cilia. Okay, is that is clear? Sir, let me ask question to one student. Yeah. Last one. Joanna. Just give me the structure. Name the structure that is present in amoeba that helps it to take in the food. Pseudopodia. And what is the meaning of pseudo? Pseudo means false. And what is the meaning of podia? Feet. Very good. And can you give me the name for the structure that is present in paramecium that helps it to take the food inside the body? Cilia are hair like structures, right? Yes. പേടിയുണ്ടോ? No. Okay, fine. No പറയാൻ പേടിയുണ്ടായിരുന്നില്ല കേട്ടോ. Okay, fine. So right answer, very good. Okay. So നമ്മള് ഇപ്പൊ ന്യൂട്രീഷൻ ഇൻ മൈക്രോ ഓർഗാനിസംസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. Now we are going to see nutrition in human beings. നമ്മൾ നമ്മുടെ ന്യൂട്രീഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ നമ്മുടെ ബോഡിയിലെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, സോ റെഡി ആണോ? സോ എല്ലാവരും ടൈറ്റിൽ കൊടുത്തേ, ന്യൂട്രീഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ് കൊടുത്തേ. സോ ഇതിന്റെ പ്രീവിയസിൽ നിങ്ങൾ എന്ത് കൊടുക്കണം? അമീബ എന്ന് കൊടുത്തിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട്
എന്തെഴുതണം? സ്യൂഡോപോഡിയ എന്ന് എഴുതണം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നിങ്ങൾ എഴുതണം പാരമീസിയം. പാരമീസിയത്തിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, MOE. ഓക്കെ, PARAMOE, സ്പെല്ലിംഗ് തെറ്റിക്കരുത്. ഓക്കെ, പാരമീസിയം എന്ന് കൊടുത്തിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് സീലിയ, ഇത് രണ്ടും നോട്ട് ഡൗൺ ചെയ്യുക. ഓക്കെ, അമീബ എന്ന് പറഞ്ഞിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് സ്യൂഡോപോഡിയ, ആൻഡ് പാരമീസിയം ഒരു ഹൈഫൺ ഇട്ടിട്ട് എന്തെഴുതണം? സീലിയ, വിട്ടു പോകരുത്. ഓക്കെ, ആ ഒരു പോർഷനിൽ നിന്ന് അത്രയാണ്, അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കുക, അത് ഓർത്തിരിക്കുക. ഓക്കെ, നൗ ന്യൂട്രീഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ് ആണ് ഇമ്പോർട്ടന്റ് ആൻഡ് മെയിൻ ടോപ്പിക് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. സോ ആർ യു റെഡി? റെഡി ആണെങ്കിൽ റെഡി ആണോ? യെസ്. Okay, ready ആണോ? Yes. Okay, so I think everyone is ready. Okay, so nutrition in human beings ൽ നമുക്ക് വളരെ എളുപ്പമാണ്. ആൻഡ് ഇവിടെ സാറ് വരെ ഇങ്ങനെ നേരത്തെ ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ കാണുന്നുണ്ടായിരുന്നു. നമുക്ക് അനിമേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് കണ്ട് നമുക്ക് കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ 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 ഫൈൻ. സോ ന്യൂട്രീഷൻ ഇൻ ഹ്യൂമൻ ബീങ്സിൽ നമുക്ക് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിക്കുമ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് എന്ത് വേണം? alimentary canal. It consists of alimentary canal and additional digestive glands present ആണ്. Okay, glands ഇത് രണ്ടും ആണ്. Can you repeat amoeba? അതാരാ ചോദിച്ചേക്കുന്നേ? Anvi. Is anybody ready to explain the nutrition in amoeba? ആർക്കെങ്കിലും guts ഉണ്ടോ? Yes, സാഗരിക. As you all know, amoeba is a unicellular organism. So, when amoeba finds a food particle for itself, it forms a full vacuole around itself, and this with using this false feed, which is also known as pseudopodia, and inside the full vacuole, the food particles breaks down into similar substances due to the presence of lysosomes, which contains digestive enzymes, and the unwanted Due to the presence of the digestive enzymes in lysosomes. Lysosomes. Okay, fine. And the remaining unwanted and undigested food materials goes to the surface of the cell and goes out. Okay, fine, correct. So, Anvi clear ആയോ? ഇത്രയും പറഞ്ഞാൽ മതി. Unicellular organism. Amoeba is a unicellular organism and its entire body is acting as a single cell. Okay, and it uses pseudopodia. That means false feed for taking in food. Okay, taking in food into its body. So, a false feed നെ പറയുന്ന പേരാണ് pseudopodia. Okay, using that false feed, it is engulfing that food. Okay, engulfing is like they are hugging. Okay. Okay, clear ആവുന്നുണ്ടോ? ഇവിടെ അഞ്ജലി മാം, your English teacher here, she is standing and imitating me. That's why I am smiling. Okay. Okay, so using its pseudopodia, it is engulfing that food particle, then they are taking it into its body, and the lysosomes helps to digest it. It is having digestive enzymes and it helps to break down that food particle into simpler components, and remaining waste particles are eliminated out of its body. Okay, that's all. Okay, ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം pseudopodia അത്രേ ഉള്ളൂ. Okay, ആ finger like projections ട്ടോ. Okay, the finger like projections are known as pseudopodia. Okay, is that clear? Clear ആയെങ്കിൽ എല്ലാവരും thumbs up. Okay. Okay. Okay, fine. Okay, so let's start with nutrition in human beings. Okay, so നമുക്ക് അതൊന്ന് മാറ്റാം. Okay, so ഇതാണ് human beings in a digestive system. Here you can see the entire structure of human digestive system. Okay, human digestive system. This is the same picture that is present in your textbook. Okay, so everyone please open your textbook. Everyone please open your textbook. Take page number 99. Take page number 99. Everybody, please take your textbook. Okay, and take page number 99. Okay, so is everyone ready? Okay, so please be ready with your highlighters too. Okay, take your highlighters because I'm going to ask you to highlight the important points in your textbook. Okay. Okay, in new book it is page number 85. Okay, fine.
Okay, textbook illegal, no problem. Okay, there is no problem. Okay, so Noka, here we have the entire structure of our digestive system. Okay, so we know that digestive system consists of the alimentary canal. Okay, this entire structure is known as alimentary canal and associated glands. Okay, there are few glands that provide enzymes for the digestion, that helps in digestion. So the alimentary canal starts with mouth and it ends with anus. Okay, it starts with mouth and it ends with anus. Okay, so mouth, you know that mouth is the first part, and there you have the teeth and tongue, right? Teeth and tongue is present in our mouth, and then comes esophagus. Okay, the long tube, that is the food pipe. Esophagus is our food pipe. Okay, food pipe through which the food reaches from the mouth to the stomach. Okay, to the stomach region. Okay, and you can see the diaphragm, a dome shaped muscular structure that is known as diaphragm, that separates ഏത് രണ്ട് main regions ആണ് നമ്മുടെ diaphragm separate ചെയ്യുന്നതെന്ന് പറഞ്ഞേ. Can you give me the answer? The diaphragm separates two regions of our body. Which are they? Two cavities, not lungs. Two main regions, the upper region and the lower region. What is the specific name for those regions? Yes, correct. Anna, right, it is right. Thoracic and the abdominal region. Who is that? Adin, right? Ashley. Okay, correct. Okay, so the diaphragm is the dome shaped muscular structure that separates the thoracic region and the abdominal region. Okay, thoracic region is a region where we have our lungs, heart and everything. Okay, and abdominal region is the region which we have, where we have stomach and all intestinal portions and all. Okay, so diaphragm, it is the muscular structure, dome shaped muscular structure. Then we have gallbladder. Okay, gallbladder, it provides bile juice. Okay, it stores bile, it provides bile juice. Then we have the bile duct. Okay, the bile juice from the gallbladder, it is carried to the stomach using bile duct, the tube through which the bile juice passes. Then we have the stomach, the muscular organ which enlarges when food reaches it. Okay, then we have pancreas. Pancreatic gland, it provides pancreatic juice and it contains many enzymes. Then from the stomach, the food is taken into the small intestine. The food is carried to the small intestine and then it is carried to the large intestine, and finally it is eliminated out through anus. Is that clear? Okay, fine. So it starts with mouth and it ends with anus. Okay, so now we can study it in detail. Okay, starting model namukku onnu detail aayittu padikam. Okay, so we know that the food that we take in, it is very different, right? Namukku orayale nu vilichalo. Sarengil vilichu. Okay. Amal, please unmute yourself. Yes, ma'am. Amal, which is your favorite food? Burger. Okay, fine. And which is your second favorite food? Huh? Can you repeat your answer? Pizza. As expected. Teacher as expected. Okay. So burger, pizza okayanu parnu. Okay. So is there anyone who want to tell me which is your favorite food? KFC, burger, biryani. KFC, burger, biryani. Okay, fine. Who is that? Adin. Adin. Which is your favorite food? Which is your favorite food? KFC. KFC. Okay, fine. Okay, KFC. And near പറഞ്ഞിട്ടുണ്ട് പപ്പടം. Panipuri. Who is that Panipuri? Devananda. കിട്ടുന്നത് എന്തും കഴിക്കും. അതാരാ? ഷൗര്യ. കിട്ടുന്നത് എന്തും കഴിക്കും. I love സദ്യ. ജസ്ലിൻ മസാല ദോശ. അപ്പം ആൻഡ് കടല. Okay, fine. മോമോസ്. അതാരാ മോമോസ്? Okay, fine. First, second, third. കൊള്ളാം. Okay.
പപ്പടം ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ തന്നെ ഇപ്പഴാ അറിയണം കേട്ടോ. സമൂസ. ഓക്കെ ഫൈൻ. ഓക്കെ, സോ ദർ ആർ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫുഡ് അല്ലേ? നിങ്ങൾ പലർക്കും പല ടൈപ്പ് ഓഫ് ഫുഡാണ് ഇഷ്ടം. ആൻഡ് നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഫുഡ് സെയിം സ്ട്രക്ചർ അല്ല അല്ലേ? നമ്മൾ കഴിക്കുന്ന ഫുഡ് പലതും ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് ഇൻഗ്രീഡിയൻസ് ഡിഫറെന്റ് ആണ്, ടേസ്റ്റ് ഡിഫറെന്റ് ആണ്, അതിന്റെ സ്ട്രക്ചർ ഡിഫറെന്റ് ആണ്, എല്ലാം ഡിഫറെന്റ് ആണ്. ഓക്കെ, ബട്ട് നമുക്കറിയാം ആ ഒരു ഫുഡിന് നമ്മുടെ ബോഡിയിൽ ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് നമ്മളൊരു സിമിലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. വി ഹാവ് ടു കൺവേർട്ട് any food, whatever food it may be, it should be converted into a similar form or similar structure. So who does that function? Do you know which part of our mouth convert all type of food into a similar structure, into the same structure? Yes, that is, yes, right, it is teeth. Okay, it is teeth. We are having a number of how many teeth we have? 32, right? Okay, fine. So an adult will be having 32. Okay, so we are having teeth that grind and tear all the food materials into simpler form. Okay, into a simpler form. Okay, so here we know that when we eat food or when we see a very tasty food, what happens? Our water, not our water, our mouth waters, right? Our mouth waters. So is that only water coming from our mouth or coming from our different regions of our mouth? No, yeah, it also involves saliva. Okay, it involves saliva and water. Okay, so here we know that the food that we take in, it is in a dried form, right? Or it is not that in a loosey form. So we have to add water or we have to make it more, what we will say, liquid, into a liquid form, right? Okay, for the easy and smooth passage of the food, we have to wet it. So for that, the salivary gland that is present in our mouth is secreting saliva. Okay, it is secreting saliva. Okay, and the salivary gland which secretes saliva, it contains what? It contains an enzyme. What is the name of that enzyme? What is the name of the enzyme that is present in saliva? It is salivary amylase. Okay, it is salivary amylase. Okay, the salivary amylase, note down, important aanu. Okay, it starts with the mouth. Alle nammade digestion, it starts with the mouth, and we told the role of, we have already discussed the role of teeth. Then the food that we take in, it is getting wetted with the water and the saliva that is secreted from the salivary glands, and the salivary glands secretes an enzyme that is known as salivary amylase. Okay, salivary amylase. Salivary amylase is the enzyme that is present in the saliva. Clear ayo? Okay, is it clear to you all? And we know that the structure that helps to move the food in our mouth, which is that structure? Which is that structure that helps the food to move around, move inside our mouth? Yes, that is tongue. Okay, the tongue, it takes food to all part of our mouth, and it helps to grind and chew the food particles and make it to a simpler form, right? Then later the food is taken into the, from mouth, it is carried to yes, it is carried to the, it is carried to the stomach through the esophagus. So it is carried to the stomach through the esophagus. Esophagus, you know that. Note down the spelling of esophagus. Okay, it is important. Esophagus, it is either known as food pipe. Okay, it is either known as food pipe. Esophagus, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? Food pipe. Okay, so food pipe ലൂടെ നമുക്ക് അറിയാം food pass ചെയ്യുമ്പോൾ, you can see it is a muscular part and there is a regular movement. Okay, there is a regular movement which pushes the food through the gut. Okay, so our movement നെ നമ്മൾ എന്താ പറയാ? The rhythmic contraction of the movement. What is the rhythmic contraction of? Yes. Okay, the rhythmic contraction of the muscles is known as peristalsis. Okay, peristalsis. Please note down or please highlight it in your textbook. Okay, please highlight it. The rhythmic contraction. Okay, please note down the rhythmic contraction of the muscles
is known as peristaltic movement or peristalsis. Okay, peristalsis or peristaltic movement. Peristalsis or peristaltic movement. Then ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഈ പെരിസ്റ്റാൾസിസ് ഈസോഫാഗസിൽ മാത്രമാണോ നടക്കുന്നത്? യെസ് ഓർ നോ? യെസ് ഓർ നോ ഒന്ന് കാണിച്ചേ. യെസ് ഓർ നോ? പെരിസ്റ്റാൾസിസ് യെസ്. ആരാ കമന്റ് ചെയ്തേ? അഭിനന്ദ്. No, Abhinand. അഭിനന്ദ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. അഭിനന്ദേ ഹാർട്ടോ. അശ്വിൻ സർക്കുലേഷൻ അല്ല പഠിക്കുന്നത്, നമ്മൾ ഡൈജഷൻ ആണ് പഠിക്കുന്നത്. ആ അഭിനന്ദേ വൈ യെസ്? മിസ്സസ് സ്മോൾ ഇൻറ്റെസ്റ്റൈനിലെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് അല്ലേ? എന്ത് അല്ല മൂവ്മെന്റ് വരുമ്പോ ഫുഡ് പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് ഈസോഫാഗസിലല്ലേ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് ആണ്. അപ്പൊ ഈസോഫാഗസ് ആ ഒരു പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് ഈസോഫാഗസിൽ മാത്രമാണോ? Finger like structure അല്ലേ എന്നാണ് ചോദിച്ചത്. അത് appearance മാത്രമാണ്. സ്മോൾ ഇൻറ്റെസ്റ്റൈനിലൊക്കെ ഫിംഗർ ലൈക്ക് എക്സ്പ്രഷൻസ് വില്ലിയൊക്കെ വെച്ചിട്ട് അതുള്ളതുകൊണ്ട് ഇപ്പൊ എന്താ പ്രശ്നം? ഓക്കെ, ഈ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത് ഓൾ അലോങ് അവർ ഗട്ട് പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് ഉണ്ട്. അതായത് ഈസോഫാഗസിലും അതുപോലെ സ്റ്റൊമക്, ത്രൂ ദ സ്റ്റൊമക് ആൻഡ് ത്രൂ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ, ഇതിലൂടെ ഒക്കെ നടക്കുന്ന ആ ഒരു മസ്കുലർ കൺട്രാക്ഷൻ നമ്മൾക്ക് എന്ത് പറയാം? പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് എന്ന് പറയാം. ക്ലിയർ ആയോ? അതാരാ? ശ്രീഹരി ക്ലിയർ ആയോ? ശ്രീഹരി, വാട്ട് ഈസ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്? എന്താണ് പെരിസ്റ്റാൾസിസ്? ശ്രീഹരി ക്യാമറ ഒന്ന് ലാൻഡ്സ്കേപ്പ് മോഡിൽ വെച്ച് ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് യുവർ സെൽഫ് ആൻഡ് പ്ലീസ്. ഓക്കെ ശ്രീഹരി, ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? പെരിസ്റ്റാൾസിസ് എന്താണ്? വാട്ട് ഈസ് പെരിസ്റ്റാൾസിസ് ഓർ വാട്ട് ഈസ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്? റിതമിക് മൂവ്മെന്റ് ഇൻ ഫുഡ് പ്ലേസ് അല്ലേ? റിതമിക് മൂവ്മെന്റ് എന്തിന്റെ റിതമിക് മൂവ്മെന്റാ? എന്തിന്റെ റിതമിക് കൺട്രാക്ഷനാ? റിതമിക് കൺട്രാക്ഷൻ ഓഫ് മസിൽസ് ആണ് കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കുക. റിതമിക് കൺട്രാക്ഷൻ ഓഫ് മസിൽസ് ഓൾ അലോങ് ദ ഗട്ട്. ക്ലിയർ ആയോ ശ്രീഹരി? ക്ലിയർ ആയോ? ഓക്കെ, ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. റിതമിക് കൺട്രാക്ഷൻ ഓഫ് മസിൽസ് ഓൾ അലോങ് ദ ഗട്ട് ദാറ്റ് ഹെൽപ്സ് ടു പുഷ് ദ ഫുഡ് ഫോർവേഡ്. ഓക്കെ, ഇതാണ് അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് അല്ലെങ്കിൽ പെരിസ്റ്റാൾസിസിന്റെ ഡെഫിനിഷൻ ആണ് റിതമിക് കൺട്രാക്ഷൻ ഓഫ് മസിൽസ് ഓൾ അലോങ് ദ ഗട്ട് that helps to push the food forward. That is known as peristaltic movement or peristalsis. Clear ayo? Okay, peristalsis or peristaltic movement. Okay, now the food reaches the stomach. Okay, now the food reaches the stomach, which is a large muscular structure. It expands when the food reaches it. Okay, നമ്മുടെ വയറ്റിലേക്ക് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നതിനനുസരിച്ച് എന്ത് പറ്റും? വാട്ട് ഹാപ്പൻസ്? നമ്മുടെ വയറിങ്ങനെ വീർത്ത് വരണ പോലെ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ? അവിടെ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് എക്സ്പാൻഡ്സ്. ഓക്കെ, ഇറ്റ് എക്സ്പാൻഡ്സ് വെൻ ദ ഫുഡ് റീച്ചസ് ഇൻ ഇറ്റ്. ഓക്കെ, സോ സ്റ്റൊമക് ഈസ് എ മസ്കുലർ സ്ട്രക്ചർ. ഇറ്റ് എക്സ്പാൻഡ്സ് വെൻ ഫുഡ് റീച്ചസ് ഇറ്റ്. ഓക്കെ, നൗ നമ്മുടെ സ്റ്റൊമക്കിലെ കാര്യം നോക്കിയാലോ. ഓക്കെ, ദ വാൾസ് ഓഫ് ദ സ്റ്റൊമക് കണ്ടെയ്ൻസ് gastric glands. Okay, the walls of our stomach contains gastric glands. Gastric glands. Digestive secretions അല്ലെങ്കിൽ enzymes provide ചെയ്യുന്ന glands ആണ് gastric glands. അത് ആരാണ് ആൻസേഴ്സ് കമന്റ് ചെയ്തേക്കുന്നത്? അഭിനന്ദ്. Okay, Gautam Krishna. Okay, correct ആണ്. Okay, stomach. Okay, stomach is having the walls of the inner walls of the stomach. It is having gastric glands. Okay, and the gastric glands secrete some enzymes. നോക്കിയാലോ നമ്മൾ gastric glands എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യും? Yes, correct ആണ്.
ഗാസ്ട്രിക് ഗ്ലാൻഡ്സ് എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും? ഓക്കെ, സോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്ലാസ് ബയോളജി ക്ലാസ് ലൈവ് ക്ലാസ് ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം കുട്ടികൾ, എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ലിങ്ക് നിങ്ങളൊന്ന് സ്റ്റാറ്റസ് ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മണി നമ്മുടെ എന്തായിരുന്നു പറയുന്നത്, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, സോ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. ആൻഡ് നമ്മുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മുടെ 90+ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവർ ജോയിൻ ചെയ്യട്ടെ. ആൻഡ് ക്ലാസ്സസ് കണ്ട് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലാസ്സസ് കാണട്ടെ. ഓക്കെ ഓക്കെ, സോ നമ്മുടെ ഗാസ്ട്രിക് ഗ്ലാൻഡ്സ് എന്തൊക്കെയാണ് റിലീസ് ചെയ്യുക? 3 കാര്യങ്ങളാണ് റിലീസ് ചെയ്യുക. ഏതൊക്കെയാണ്? HCl. ഫസ്റ്റ് വൺ HCl. HCl എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ദെൻ പെപ്സിൻ. ഓക്കെ, HCl, പെപ്സിൻ ആൻഡ് മ്യൂക്കസ്. HCl, pepsin and mucus. Okay, so here hydrochloric acid. Okay, hydrochloric acid. HCl എന്ന് പറയുന്നത് എന്താണ്? Hydrochloric acid ആണ്. And it provides an acidic medium. Okay, it provides an acidic medium. ആർക്ക്? ഈ പെപ്സിൻ എന്ന് പറഞ്ഞ എൻസൈമിന് ആക്ട് ചെയ്യാനായിട്ടൊരു അസിഡിക് മീഡിയം പ്രൊവൈഡ് ചെയ്യലാണ് നമ്മുടെ HClന്റെ പണി. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, പെപ്സിൻ എന്ന് പറയുന്ന പെപ്സിൻ എൻസൈമിന് വേണ്ടിയിട്ട്, എൻസൈമിന് ആക്ട് ചെയ്യാനായിട്ട് ഒരു അസിഡിക് മീഡിയം അവർക്ക് വേണം. ഓക്കെ, സോ ആ ഒരു അസിഡിക് മീഡിയം പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഓക്കെ, സോ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? നമുക്ക് ഒരാളെന്ന് വിളിക്കാം. Yes, it provides an HCl provides an acidic medium for the action of pepsin. Okay, പെപ്സിന്റെ ആക്ഷന് വേണ്ടിയിട്ട്, പെപ്സിൻ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ HCl ഒരു അസിഡിക് മീഡിയം പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ആരെയാണ് വിളിക്കുന്നത്? നേഹ. We told that our stomach, it is having hydrochloric acid. That means the gastric gland secretes hydrochloric acid. So അതൊരു ആസിഡ് ആണ്. സോ ആസിഡ് നമ്മുടെ ബോഡിക്ക് അത്ര നല്ലതാണോ? നമ്മുടെ ബോഡി, നമ്മുടെ സ്റ്റൊമക്ക് ഒരു മസ്കുലർ സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞു. സോ അതിന്റെ ഇന്നർ ലൈനിങ്ങിനൊക്കെ എന്തെങ്കിലും പറ്റില്ല? ഈ ഒരു HCl കിടന്നിട്ടുണ്ടെങ്കിൽ, ഒരു ആസിഡ് നമ്മുടെ വയറിനകത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓക്കെ ആവോ? ബേൺ ചെയ്ത് പോവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റില്ലേ? സോ അവിടെ ആരായിരിക്കും ആ ഒരു ബേണിംഗ് എഫക്ട് ഇല്ലാതാക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇന്നർ ലൈനിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? പാൻക്രിയാസ് ആണോ? കമന്റ് ബോക്സിൽ ആൻസേഴ്സ് വരുന്നുണ്ട്. എന്തായിരിക്കും? നമ്മൾ നോക്കാം, ഇവിടെ 3 കാര്യങ്ങളാണ് നമ്മുടെ ഗാസ്ട്രിക് ഗ്ലാൻഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നേ, അല്ലെ? സോ ഒരു പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ HCl എന്തിനാണ്? ഒരു അസിഡിക് മീഡിയം പ്രൊവൈഡ് ചെയ്യാനാണ്. ആർക്കൊരു അസിഡിക് മീഡിയം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാ? പെപ്സിന്റെ ആക്ഷന് വേണ്ടിയിട്ട്, പെപ്സിന്റെ ആക്ഷനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അസിഡിക് മീഡിയം പ്രൊവൈഡ് ചെയ്യാണ് നമ്മുടെ HCl ചെയ്യുന്നത്. സോ ഒരു HCl എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. സോ ഒരു ആസിഡിന്റെ ആ ഒരു അറ്റാക്കിൽ നിന്ന് നമ്മുടെ ഇന്നർ ലൈനിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ കമന്റ് ബോക്സിൽ ആൻസേഴ്സ് പറഞ്ഞാൽ ആരാണ്? മ്യൂക്കസ് ആണ്. ഓക്കെ, മ്യൂക്കസ് ക്ലിയർ ആയോ? ഓക്കെ, മ്യൂക്കസ് ആണ്. ഓക്കെ, മ്യൂക്കസ് പ്രൊട്ടക്ട്സ് ദി ഇന്നർ ലൈനിങ് ഓഫ് ദി സ്റ്റൊമക് ഫ്രം ദി അസിഡിക് മീഡിയം. ഓക്കെ, ആ ഒരു അസിഡിക് നേച്ചർ, ആ ഒരു അസിഡിക് മീഡിയം എഫക്ട് ചെയ്യാതിരിക്കാനായിട്ട് അവിടെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ മ്യൂക്കസ് ആണ്. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയെന്ന് വിചാരിക്കണു. ഓക്കെ, സോ നമുക്ക് നോക്കാം. നെക്സ്റ്റ്, സ്റ്റൊമക്കിൽ നിന്ന് നെക്സ്റ്റ് എവിടേക്കാണ് പോകുന്നത്? സ്മോൾ ഇൻഡസ്റ്റൈൻ, അല്ലെ? നെക്സ്റ്റ് റീജിയൻ ആണ് സ്മോൾ ഇൻഡസ്റ്റൈൻ. ഓക്കെ, സോ ഈ സ്മോൾ ഇൻഡസ്റ്റൈനിലേക്ക് നമ്മുടെ സ്റ്റൊമക്കിൽ നിന്ന് ഫുഡ് പോകുന്നത് ആരുടെ ഹെൽപ്പോട് കൂടിയാണ്? വിച്ച് ഇസ് ദ മസിൽ പ്രസന്റ് there in between the stomach and our small intestine? ഏത് മസിലാണ്? സ്ഫിഞ്ചർ മസിൽസ് ആണ്. ഓക്കെ, സ്ഫിഞ്ചർ മസിൽസ് ആണ്. സ്ഫിഞ്ചർ മസിൽസ് ആണ്. ഓക്കെ, the sphincter muscles helps to carry the food from the stomach to small intestine. Okay, small intestineലേക്ക് നമ്മുടെ സ്റ്റൊമക്കിൽ നിന്ന് ഫുഡ് കൊണ്ടുപോകുന്നത് ആരാണ്? നമ്മുടെ സ്ഫിഞ്ചർ മസിൽസ് യൂസ് ചെയ്തിട്ടാണ് ഫുഡ് നമ്മുടെ സ്റ്റൊമക്കിൽ നിന്ന് സ്മോൾ ഇൻഡസ്റ്റൈനിലേക്ക്
പാസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? സോ ഇവിടെ നമുക്കറിയാം അഡീഷണൽ ആയിട്ട് നമ്മുടെ ഫുഡിന് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് പഠിക്കാം. ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. സോ ടീച്ചർ കാണുന്നുണ്ട്, അത് പഠിക്കാം. ഓക്കെ. ആൻഡ് ഈ സ്മോൾ ഇൻഡസ്റ്റൈനിലാണ് കംപ്ലീറ്റ് ഡൈജഷൻ നടക്കുന്നത്. ഓക്കെ, സ്മോൾ ഇൻഡസ്റ്റൈനിലാണ് കംപ്ലീറ്റ് ഡൈജഷൻ. ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ദ സൈറ്റ് where the complete digestion of food takes place. Okay, which is the region in digestive system where the complete digestion of the food take place? ഏതാണ്? സ്മോൾ ഇൻഡസ്റ്റൈൻ ആണ്. സ്മോൾ ഇൻഡസ്റ്റൈൻ നമുക്കറിയാം the longest part of the gut. Okay, നമ്മുടെ ഗട്ടിലെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള റീജിയൻ വരുന്നതാണ് സ്മോൾ ഇൻഡസ്റ്റൈൻ. ഓക്കെ, സ്മോൾ ഇൻഡസ്റ്റൈൻ ആണ് ഏറ്റവും ലെങ്ത്തിൽ വരുന്ന പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഡിഫറെന്റ് ഓർഗാനിസംസിന് ഡിഫറെന്റ് ലെങ്ത് ആയിരിക്കും ഉണ്ടാവുക. അതായത് വെദർ ദേ ആർ ഹെർബിവോഴ്സ് അല്ലെങ്കിൽ കാർണിവോഴ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടോ? ഹെർബിവോറിനാണോ കാർണിവോറിനാണോ മോർ ലോങ്ങർ ആയിട്ടുള്ള സ്മോൾ ഇൻഡസ്റ്റൈൻ ഉണ്ടാവും എന്ന് പറഞ്ഞേ. ഹെർബിവോറിനാണോ കാർണിവോറിനാണോ എന്ന് കമന്റ് ചെയ്തേ. എല്ലാവരും കമന്റ് ചെയ്തേ, ആൻസേഴ്സ് കമന്റ് ചെയ്തേ. യെസ്, കാർണിവോർ കമന്റ് ചെയ്തേക്കുന്നാരാ? അതിന്റെ മേലെ ഗൗതം കൃഷ്ണ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഗൗതം കൃഷ്ണ. അതാരാ? വാസുദേവ്. വാസുദേവ്. വാസുദേവ് അൺമ്യൂട്ട് ചെയ്തേ. ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടോ? ശരിക്കും ഞാൻ എന്താ പറഞ്ഞപ്പോ? ഞാനിപ്പോ എന്താ പറഞ്ഞേ? ലാസ്റ്റ് ഞാനിപ്പോ ടീച്ചർ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചേ? അവിടെ നിന്ന് ഇതുവരെ വണ്ടി കിട്ടിയില്ലേ? എന്നിട്ട് സ്പിഞ്ചർ മസിൽ എത്തിയിട്ടുള്ളത് വരെ ഹെയർ സ്റ്റൈൽ നോക്കിയിരിക്കായിരുന്നോ? അല്ലാന്നോ? ആ, സത്യം പറയല്ലെങ്കിൽ ഞങ്ങൾ ആ വീഡിയോ എടുത്തിപ്പോ പോസ്റ്റ് ചെയ്യും എല്ലാവിടേക്കും. അയ്യോ വേണ്ട. ഓക്കെ, സോ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്തായിരുന്നു ടീച്ചർ ക്വസ്റ്റ്യൻ എന്താ? അവിടെ നിന്നൊക്കെ പോന്നു. പിന്നെ ഓക്കെ, നെക്സ്റ്റ് ആളോട് ചോദിച്ചേ. അബാൻ. അബാൻ. ആ, ടീച്ചർ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചേ? ക്വസ്റ്റ്യൻ കേട്ടില്ല. അബാൻ ഉറക്കം വരുന്നുണ്ടോ? ചെറുതായിട്ട്, എന്നാലും കുറച്ച്. ആ കണ്ണുകൾ അങ്ങനെയല്ലല്ലോ പറയുന്നത്. അതന്നെ, കണ്ണുകൾ ഇങ്ങടെ അങ്ങടെ അല്ലല്ലോ മെസ്സേജ് ചെയ്യുന്ന. ആ കണ്ണുകൾ കൺവേ ചെയ്യുന്നുണ്ട്, ഉറക്കം വരുന്നുണ്ട്. അബാനൊരു പാട്ട് പാടി. അയ്യ, അങ്ങനെ പറഞ്ഞ പറ്റില്ല. അബാനൊരു പാട്ട് പാടി ട്രൈ ചെയ്തു. ഒന്ന് പാടില്ല? അന്ന് തന്നെ എണീറ്റെന്നേ. കുറച്ച് വെയിറ്റ് ഒക്കെ വന്നു. 10ാം ക്ലാസ് ആയില്ലേ, കുറച്ച് ആറ്റിറ്റ്യൂഡ് ഒക്കെ വന്നാലല്ലേ ശരിയാവുള്ളൂ അല്ലേ? ആ, അപ്പൊ അതിനൊന്ന് എണീറ്റ് കേട്ടോ. ഓക്കെ, ആരാ ഹാൻഡ് റൈസ് ചെയ്ത ആളെന്ന് ആൻസർ പറഞ്ഞേ? ഗായത്രി ജയകുമാർ. ആ, ഗായത്രി ജയകുമാർ പറഞ്ഞോ. ആ, ഹെർബിവോർസ്. ടീച്ചർ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? യെസ്, കറക്റ്റ് ആണ്. അതായത് യെസ്, ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ലെങ്ത് ഹെർബിവോഴ്സിനാണോ കാർണിവോഴ്സിനാണോ ലെങ്ത് കൂടുതൽ ഉണ്ടാവാന്നാണ്. ഓക്കെ, സോ എന്തിനാണ്? ഹെർബിവോഴ്സിനായിരിക്കും. ഹെർബിവോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൗ, ഗോട്ട് അല്ലെ, ഇവരൊക്കെ ഹെർബിവോഴ്സ് ആണ്. ആൻഡ് അവർക്കാണ് ലെങ്ത് കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, എന്തുകൊണ്ടാണ്? മേ ഐ ഗീവ് ദ റീസൺ? ആരാണ് ചോദിച്ചേക്കുന്നത്? സാഗരിക ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സാഗരിക പറഞ്ഞോ. സർ, അപ്പൊ അതിന് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറെ സമയം എടുക്കും. അതുകൊണ്ട് ലോങ്ങസ്റ്റ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. പിന്നെ ഈ മീറ്റ് കഴിക്കുന്ന ആനിമൽസിനാണെങ്കിൽ മീറ്റ് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും. അതുകൊണ്ട് ചെറിയ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആയത് പ്രശ്നമില്ല. ഓക്കെ, ഗൗതം കൃഷ്ണൻ എന്തിനോ സത്യം എന്ന് അയച്ചിട്ടുണ്ട്. എന്താണാവോ?
ഓക്കെ സോ കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ സോ എന്താണ് ഹെർബിവോഴ്സ് എന്താണ് അവർ പ്ലാന്റ്സ് ആണ് കഴിക്കുന്നത്. ആൻഡ് നമുക്കറിയാം പ്ലാന്റ് സെൽ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് റൈറ്റ്. പ്ലാന്റ് സെൽ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. അതുകൊണ്ട് തന്നെ സെല്ലുലോസ് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കുറച്ചുകൂടെ ഹാർഡാണ് സെല്ലുലോസ് ഡൈജസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഹെർബിവോഴ്സ് ആയിട്ടുള്ള അതായത് പ്ലാന്റ് ഈറ്റിംഗ് ആയിട്ടുള്ള അനിമൽസിന് എപ്പോഴും ലോങ്ങർ ആയിട്ടുള്ള സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആയിരിക്കും. ക്ലിയർ ആയോ? ഹെർബിവോഴ്സിന് എപ്പോഴും ലോങ്ങർ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആയിരിക്കും കമ്പയറിംഗ് ടു കാർണിവോഴ്സ്. ഓക്കെ കാർണിവോഴ്സിന് എന്താണ് മീറ്റ് ആണ് ഡൈജസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ നമുക്കറിയാം കാർണിവോഴ്സ് എന്ന് പറയുമ്പോൾ അവർ മീറ്റ് ആണ് അല്ലെങ്കിൽ ഫ്ലഷ് ആണ് ഇൻടേക്ക് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഈസി ടു ഡൈജസ്റ്റ് മീറ്റ്. അതുകൊണ്ട് തന്നെ അവരുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ലെങ്ത് കുറവായിരിക്കും. ക്ലിയർ ആയോ? അബാനെ ക്ലിയർ ആയോ? അബാൻ നടക്കാൻ പോയെന്ന് തോന്നുന്നു. അബാനെ ക്ലിയർ ആയോ? അൺമ്യൂട്ട് ചെയ്തേ. ക്ലിയർ ആയോ? ഒന്ന് പറഞ്ഞേ. ഇരുന്നിട്ട് പറഞ്ഞേ. എന്തുകൊണ്ടാണ് അവര് ഹെർബിവോഴ്സോ? നമുക്ക് അബാനൊരു പണിഷ്മെന്റ് കൊടുക്കണ്ടേ ഗൈസ്? ഒന്ന് പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ. ടീച്ചർ ഇത്രയും പറഞ്ഞിട്ട് അബാനെ ഒന്നുകൂടെ ആലോചിച്ച് പറഞ്ഞേ. അബാൻ അല്ലെങ്കിൽ ഉറപ്പായിട്ടും ടീച്ചർ ഇമ്പോസിഷൻ അല്ലെങ്കിൽ പണിഷ്മെന്റ് തരും. വേണം നല്ല ഉഷാറായിട്ട് പറയുന്നുണ്ട്. സോങ് പാടണം. പറഞ്ഞേ അബാനെ പറഞ്ഞേ. അബാനെ സീരിയസ് ആയിട്ടാണ് ടീച്ചർ ചോദിക്കുന്നേ. ഒന്നുകൂടെ പറഞ്ഞേ. ഹെർബിവോഴ്സ് മീറ്റ് കഴിക്കുന്നത് കൊണ്ടാണോ അവരുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ലെങ്ത് കൂടുതൽ വരുന്നത്? മ്യൂട്ടായോ അബാൻ? അബാനെ പറഞ്ഞേ. ഹെർബിവോഴ്സും കാർണിവോഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? അബാൻ ഒന്ന് ട്രൈ ചെയ്തേ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹെർബിവോഴ്സ്? ഹെർബ് എന്ന് പറഞ്ഞാൽ എന്താ? ഹെർബ്സ് പ്ലാന്റ്സും ഗ്രാസും ഒക്കെ കറക്റ്റ് ആണ്. സോ ഹെർബിവോഴ്സ് മീറ്റ് ആണോ കഴിക്കുക? അല്ല. എന്താണ് കഴിക്കുക? അതായത് പ്ലാന്റ്സ് ഗ്രീൻ ഗ്രാസ് അല്ലെങ്കിൽ പ്ലാന്റ്സ് ആണ് അവർ ഇൻടേക്ക് ചെയ്യുക. ആൻഡ് നമുക്കറിയാം പ്ലാന്റ് സെൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പ്ലാന്റ് സെൽ എന്ത് വെച്ചാൽ മെയ്ഡപ്പ് ചെയ്തേക്കുന്നേ? കമന്റ്സ് വരുന്നുണ്ട്. അതാരാ കമന്റ് ചെയ്തേക്കുന്നത്? യശോദേവ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. അബാന ഒരു വെയിറ്റ്. യശോദേവ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. മേ ബി നമുക്ക് നോക്കാം സർക്കാസ്റ്റിക് ആണോ ഉദ്ദേശിച്ചത്. യശോദേവിന്റെ ആൻസർ എന്താ? വോയിസ് ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണല്ലോ. യശോദേവ് എന്ന് പറഞ്ഞേ. യശോദേവിന്റെ ആൻസർ എന്താ? നേരത്തെ തന്നെയാണ്. ആ കമന്റ് ചെയ്ത ആൻസർ ഒന്നും കൂടി പറഞ്ഞേ. സർക്കാസ്റ്റിക് ആയിട്ട് കമന്റ് ചെയ്താണ്. അന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഒന്ന് പറഞ്ഞേ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഇൻറ്റസ്റ്റൈൻ്റെ ഡിഫറൻസ് എങ്ങനെയാ? സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഹെർബിവോർസിന് പ്ലാന്റ്സ് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അത് കാരണം ഇൻറ്റസ്റ്റൈൻ്റെ ലെങ്ത് കൂടുതലായിരിക്കും. കാർണിവോർസിന് അങ്ങനെ മീറ്റ് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും. അത് കാരണം ലെങ്ത് കുറവായിരിക്കും. ഫൈൻ, കറക്റ്റ് ആണ്. ഓക്കെ യശോദേവിന്റെ ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ ക്ലിയർ ആയോ? സോ അത്രേ ഉള്ളൂ ടീച്ചർ പറഞ്ഞത്. ഓക്കെ സോ ഇനി എന്താ? ഫുഡ് എവിടെ എത്തി? നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തി. സോ നമുക്കറിയാം സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ മീഡിയം എങ്ങനെയായിരുന്നു? അസിഡിക് ആയിരുന്നോ ബേസിക് ആയിരുന്നോ? വെയിറ്റ്. സ്റ്റൊമക്കിൽ എന്തായിരുന്നു? മീഡിയം എന്തായിരുന്നു? അസിഡിക് ആയിരുന്നോ ബേസിക് ആയിരുന്നോ? ഓക്കെ അസിഡിക് ആയിരുന്നു. സോ എങ്ങനെയാണ്? നമ്മുടെ സ്റ്റൊമക്കിലെ മീഡിയം അസിഡിക് ആയിരുന്നു. സോ അസിഡിക് മീഡിയത്തിൽ നിന്ന് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തിയപ്പോ നമ്മുടെ പാൻക്രിയാറ്റിക് ജ്യൂസിന് അല്ലെങ്കിൽ പാൻക്രിയാറ്റിക് എൻസൈംസിന് ആക്ട് ചെയ്യണമെങ്കിൽ എന്താവണം? അത് ആൽക്കലൈൻ ആവണം. ആൽക്കലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് ആവണം. ഓക്കെ അസിഡിക് ഫോമിൽ നിന്ന് എന്താവണം? അതൊരു ബേസിക് ഫോം അല്ലെങ്കിൽ ബേസ് മീഡിയത്തിലായാൽ മാത്രമേ നമ്മുടെ പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള
പാൻക്രിയാറ്റിക് എൻസൈംസിന് അതിനെ ആക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ അതിന് ഈ ബേസിന് പറയുന്ന പേര് തന്നെയാണ് ആൽക്കലൈൻ. ഓക്കെ, ആൽക്കലൈൻ മീഡിയം തന്നെയാണ് ഈ ബേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, സോ അങ്ങനെ ഒരു ആൽക്കലൈൻ ആക്കാൻ വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യും? നമ്മുടെ ഗോൾ ബ്ലാഡറിൽ നിന്ന് വരുന്ന ബൈൽ ജ്യൂസ് ഹെൽപ്പ് ചെയ്യും. കറക്റ്റ് ആണ്. ഓക്കെ, ദേവനന്ദ കറക്റ്റ് ആണ്. നമ്മുടെ ഗോൾ ബ്ലാഡർ. ഓക്കെ, ഗോൾ ബ്ലാഡർ ഏതായിരുന്നു? നോക്കി, ഇതാണ് ഗോൾ ബ്ലാഡർ. ഓക്കെ, ഈ കാണുന്ന സ്ട്രക്ചർ ആണ് ഗോൾ ബ്ലാഡർ. ഈ ഒരു ഗോൾ ബ്ലാഡറിൽ നിന്ന് വരുന്ന ബൈൽ ജ്യൂസ്, അത് നമ്മുടെ ബൈൽ ഡക്റ്റിലൂടെയാണ് ആ ഒരു ബൈൽ ജ്യൂസ് വരുന്നത്. ഓക്കെ, സോ ആ ഒരു ബൈൽ ജ്യൂസ് നമ്മുടെ അസിഡിക് മീഡിയത്തിൽ നിന്ന് മാറ്റിയതിന് എന്താക്കും? ഒരു ആൽക്കലൈൻ മീഡിയം പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആയോ? ഓക്കെ, സോ നമുക്ക് ഒരാളെന്ന് വിളിക്കാം. ആഷ്ലിൻ, ചോദിച്ചോ. നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ലെങ്ത് കുറവായിരിക്കും കൂടുതലായിരിക്കും, കാരണം നമ്മള് ലീവ്സ് കഴിക്കുന്നുണ്ട്. നമ്മള് അപ്പൊ ഏത് കാറ്റഗറിയിൽ വരും നമ്മള്? കാർണിവോഴ്സിന് സ്മോൾ ആണെന്ന് പറഞ്ഞു, പക്ഷെ നമ്മള് ലീഫ് ടൈറിൽ കഴിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ കാറ്റഗറി ഏതാ? ഓംനിവോർ. സോറി, ആൻസർ പറഞ്ഞു. നമ്മള് ഓംനിവോഴ്സ് ആണല്ലേ? ഓംനിവോഴ്സ് ആണ്. സോ ഒരു മീഡിയം ആയിരിക്കും. ഓക്കെ, സോ നമ്മള് ഇപ്പൊ നമ്മുടെ ഇൻഡസ്റ്റൈനും കൗവിന്റെ ഇൻഡസ്റ്റൈനും, അതായത് കൗ എന്ന് പറയുന്നത് പ്യൂർലി ഹെർബിവോഴ്സ് ആണ് അല്ലെ? കൗസ് എന്ന് പറയുന്നത് പ്യൂർലി ഹെർബിവോഴ്സ് ആണ്. സോ നമ്മുടെ ഇൻഡസ്റ്റൈനും ഹ്യൂമൻ ബീങ്സിന്റെ ഇൻഡസ്റ്റൈനും കൗവിന്റെ ഇൻഡസ്റ്റൈനും നോക്കുകയാണെങ്കിൽ എപ്പോഴും അവരുടെ ഇൻഡസ്റ്റൈനിൽ ലെങ്ത് ആയിരിക്കും കൂടുതൽ, ബിക്കോസ് അവർ പ്യൂർ വെജ് ആണ്, അതായത് പ്യൂർലി അവർ ഹെർബിവോഴ്സ് ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഡസ്റ്റൈൻ ഒരു മീഡിയം സൈസ്, അതായത് കാർണിവോഴ്സിനേക്കാളും ലെങ്ത് കൂടുതലായിരിക്കും, ബട്ട് ഹെർബിവോഴ്സിനേക്കാളും ഒരു ലെങ്ത് കുറവായിരിക്കും. ഓക്കെ 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 ഫൈൻ. സോ ഇനി ചോദിച്ച ക്വസ്റ്റ്യൻ അല്ല, വേറൊരാളെ വിളിക്കാം. ശ്രീയ. ഓക്കെ, ശ്രീയ പേജ് നമ്പർ 100 ഒന്ന് എടുത്തേ. ഓക്കെ ഫൈൻ. ടൈം എടുക്കോ PDF ഓപ്പൺ ചെയ്യാൻ? ടൈം എടുക്കെങ്കിൽ നമുക്ക് വേറെ ആളെ വിളിക്കാം. ഓക്കെ, ശ്രീക്ക് ഞാൻ നെക്സ്റ്റ് ആൻസർ ആണ് കേട്ടോ. ഫസ്റ്റ് ആളെ വിളിച്ചു. ആരാ? ഗൗതം കൃഷ്ണ. ടെക്സ്റ്റ് ഉണ്ടോ? ചോദിച്ചോ. ഉണ്ട്. കുറച്ച് ആസിഡ്സ് അല്ല, HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഈ ആസിഡ്സ് ഗൗതം ബ്രേക്ക് ആവുന്നുണ്ടല്ലോ. ഇപ്പൊ കേക്കാം, പറഞ്ഞോ. അതല്ലേ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്ത് പറഞ്ഞേ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ആണോ? ഓക്കെ ഫൈൻ. ഓക്കെ, ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ ഡൈജഷന് വേണ്ടിയിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്തിനാ? നമ്മുടെ അസിഡിക് മീഡിയം പ്രൊവൈഡ് ചെയ്യാനായിട്ട്, അതായത് എൻസൈംസിനൊക്കെ ആക്ട് ചെയ്യാനായിട്ട്, ഒരു പെപ്സിൻ എന്ന് പറഞ്ഞ എൻസൈംസിനൊക്കെ ആക്ട് ചെയ്യാനായിട്ട് അസിഡിക് മീഡിയം ആവശ്യമാണ്. ആ ഒരു അസിഡിക് മീഡിയം പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് HCl അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇനി അത് ആസിഡ് ആയതുകൊണ്ട് ടീച്ചർ ചോദിച്ചിരുന്നു, നമ്മുടെ സ്റ്റൊമക്കിന്റെ ഇന്നർ ലൈനിങ്ങിനൊക്കെ അത് ഹാർംഫുൾ ആയിരിക്കും, ബിക്കോസ് ആസിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബേണിംഗ് എഫക്ട് കോസ് ചെയ്യും അല്ലെ? നമ്മൾ പുറത്ത് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് കയ്യിലെടുക്കണമെങ്കിൽ കൈ പൊള്ളും അല്ലെ? ബേൺ ചെയ്യും. സോ നമ്മുടെ അങ്ങനെ ഇന്നർ ലൈനിങ്ങിന് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ആരുണ്ട്? അവിടെ മ്യൂക്കസ് ഉണ്ട്. ഓക്കെ, മ്യൂക്കസ് മെംബ്രെയിൻ പ്രസന്റ് ആണ്, മ്യൂക്കസ് പ്രസന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റൊമക്കിന്റെ ഇന്നർ ലൈനിങ്ങിന് ഒരു പ്രശ്നവും പറ്റില്ല. ക്ലിയർ ആയോ? ഓക്കെ, ഇനി ടെക്സ്റ്റ് ബുക്ക് ഉള്ള ഒരാളൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് പെട്ടെന്ന്. ഓക്കെ, ഒരാളെ വിളിക്കും, പെട്ടെന്ന് വിളിച്ചു. ക്രിസ്റ്റീന. പേജ് നമ്പർ 100 സെക്കൻഡ് പാരഗ്രാഫ് ഒന്ന് വായിച്ചേ. Second paragraph, the
of food. അല്ല, the small intestine. The small intestine is the site of the complete digestion of carbohydrates, proteins, and fats. Okay, wait. Okay, so നമുക്കറിയാം സ്മോൾ intestine ആണ് കംപ്ലീറ്റ് ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്. ഈ ഫുഡ് കമ്പോണൻസിന്റെ എല്ലാം കംപ്ലീറ്റ് ഡൈജഷൻ എവിടെ നടക്കുന്നത്? സ്മോൾ intestine ആണ്, മറക്കരുത്. Okay, then it receives the secretions of the liver and pancreas from the purpose. Okay, wait. So എന്താണ് നമ്മുടെ സ്മോൾ intestine രണ്ട് സ്ഥലത്ത് നിന്ന് സെക്രീഷൻസ് റിസീവ് ചെയ്യുന്നുണ്ട്. എവിടെ നോക്കിയാൽ ലിവർ ആൻഡ് പാൻക്രിയാസ്. ലിവറിൽ നിന്ന് വരുന്ന ജ്യൂസ് ആണ് നമ്മുടെ ബൈൽ. ഓക്കെ, ബൈൽ ജ്യൂസ്. ഓക്കെ, ബൈൽ ജ്യൂസ്. ആൻഡ് പാൻക്രിയാസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പാൻക്രിയാറ്റിക് ജ്യൂസ്. Then the food comes from the stomach, is acidic and has to be made alkaline from the pancreatic enzymes to act. ഓക്കെ, സോ എന്താണ് പറഞ്ഞത്? നമ്മുടെ സ്റ്റമക്കിലുള്ള ഫുഡ് അത് അസിഡിക് മീഡിയത്തിലായിരിക്കും. സോ അതിനെ ആൽക്കലൈൻ ആക്കണമെങ്കിൽ അവിടെ ഏത് ജ്യൂസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്? ബൈൽ ജ്യൂസ് ആണ് അല്ലേ? ബൈൽ ജ്യൂസ് ആണ് അതിനൊരു ആൽക്കലൈൻ മീഡിയം പ്രൊവൈഡ് ചെയ്യണേ. എന്തിനു വേണ്ടിയിട്ടാ? പാൻക്രിയാറ്റിക് എൻസൈംസിനെ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ആ ഒരു ബൈൽ ജ്യൂസ് അതിനൊരു ആൽക്കലൈൻ മീഡിയം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫാറ്റിന്റെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫാറ്റിന്റെ ഡൈജഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. Bile juice from the liver accomplishes this in adding addition to add on fats. ഒന്നും കൂടെ വായിക്കോ, ക്ലിയർ ആയില്ല. Bile juice from the liver accomplishes this in addition to add on fats. Okay, then Fats are present in the intestine in the form of large globules which makes it difficult for enzymes to act on them. Bile salts break them down into smaller globules, increasing the efficiency of enzyme action. യെസ്, എന്താ പറഞ്ഞേ? നമുക്ക് ഫാറ്റ് ഗ്ലോബ്യൂൾസ് അല്ലെങ്കിൽ ഫാറ്റ് ഇറ്റ് ഈസ് പ്രസന്റ് ആസ് ലാർജ് ഗ്ലോബ്യൂൾസ്. ആ ലാർജ് ഗ്ലോബ്യൂൾസ് ആണെങ്കിൽ എൻസൈംസിന് ആക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എൻസൈംസിന് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ലാർജ് ഗ്ലോബ്യൂൾസ് ഓഫ് ഫാറ്റിനെ സിംപ്ലർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ആരാണ്? ബൈൽ ജ്യൂസ് ആണ്. ഓക്കെ, ബൈൽ ജ്യൂസ് ആണ്. ഓക്കെ, ഇനഫ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ദ പാൻക്രിയാസ് സെക്രീറ്റ്സ് പാൻക്രിയാറ്റിക് എൻസൈം വിച്ച് കണ്ടെയ്ൻ എൻസൈംസ് ലൈക്ക് trypsin for digestion of protein and lipase for digestion of fat. ശ്രദ്ധിക്കുക. ഓക്കെ, പാൻക്രിയാറ്റിക് ജ്യൂസ് രണ്ട് എൻസൈംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ട്രിപ്സിൻ. ഓക്കെ, ട്രിപ്സിൻ ആൻഡ് ലിപ്പേസ്. ട്രിപ്സിൻ ആൻഡ് ലിപ്പേസ് ശ്രദ്ധിക്കുക. പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള എൻസൈംസ് ആണ് ട്രിപ്സിൻ ആൻഡ് ലിപ്പേസ്. ഈ ട്രിപ്സിൻ എന്താണ് ഡൈജസ്റ്റ് ചെയ്യുന്നത്? പ്രോട്ടീൻ ആണ് ഡൈജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ട്രിപ്പ് എന്ന് പറയുമ്പോൾ ആലോചിക്കുക പ്രോട്ടീൻ. ഓക്കെ, ട്രിപ്പ് എന്ന് പറയുമ്പോൾ ആലോചിക്കാം ഇറ്റ് ഡൈജസ്റ്റ് പ്രോട്ടീൻ ആൻഡ് ലിപ്പേസ് ഇറ്റ് ഡൈജസ്റ്റ് ഫാറ്റ്. ഓക്കെ, ലിപ്പേസ് ഇറ്റ് ഡൈജസ്റ്റ് ഓർ ബ്രേക്കിംഗ് ഡൗൺ ദ ഇമൽസിഫൈഡ് ഫാറ്റ്. ഓക്കെ, ദെൻ എന്താ പറയുന്നത്? നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈനിൽ ഒരുപാട് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് അവൈലബിൾ ആണ്. ഇത് സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ വോൾ ആണെങ്കിൽ സ്മോൾ ഇൻഡസ്റ്റൈനിൽ ഇങ്ങനെ ഒരുപാട് ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് പ്രസന്റ് ആണ്. ആ ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സിനെ പറയുന്ന പേരാണ് വില്ലൈ. ഓക്കെ, വില്ലൈ, VILLI പ്ലൂറൽ. ഓക്കെ, സിംഗുലർ ആണെങ്കിൽ നമുക്ക് വില്ലസ് എന്ന് പറയാം. VILLUS സിംഗുലർ ആണെങ്കിൽ. ഓക്കെ, സോ ഈ വില്ലൈ എന്ത് ചെയ്യും? ഇറ്റ് പ്രൊവൈഡ്സ് more surface area for absorbing nutrients. Okay, എല്ലാ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ കൂടുതൽ സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. ഓക്കെ, സോ ദ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് പ്രസന്റ് ഇൻ ദ സ്മോൾ intestine are known as villi. Okay, and it is richly supplied with blood vessels. Okay, blood vessels present ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവർ അബ്സോർബ് ചെയ്തെടുക്കും. ഇനി അവിടെ അൺഅബ്സോർബ്ഡ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസ്, ഓക്കെ, അൺഅബ്സോർബ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? എവിടേക്ക് കൊടുക്കും? നമ്മുടെ ലാർജ് ഇൻഡസ്റ്റൈനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ലാർജ് ഇൻഡസ്റ്റൈനിലേക്ക് കൊടുക്കും. ഓക്കെ, ഇനി ലാർജ് ഇൻഡസ്റ്റൈനിന്റെ വോൾ എന്ത് അബ്സോർബ് ചെയ്യും? അതിൽ ഇനിയും അഡീഷണൽ ആയിട്ട് വാട്ടർ പ്രസന്റ് ആണെങ്കിൽ അത് നമ്മുടെ ആര് അബ്സോർബ് ചെയ്യും? യെസ്, വാട്ടർ ആര് അബ്സോർബ് ചെയ്യും? ലാർജ് ഇൻഡസ്റ്റൈൻ അബ്സോർബ് ചെയ്ത് ഫൈനൽ
waste product, it is eliminated through anus. Okay, final waste product, it is eliminated through anus. Clear ayo? Okay, so it starts with mouth. ആലോചിക്കാം. ഓക്കെ, ആ ഒരു ഓർഡർ ഫോളോ ചെയ്യാം. ഈ ഒരു ഓർഡർ എല്ലാവരും എഴുതിയെടുക്കുക. ഈ ഒരു ഫ്ലോ ചാർട്ട് എല്ലാവരുടെ പേജിലും എല്ലാവരുടെ നോട്ട്ബുക്കിലും ഉണ്ടാവണം. മൗത്ത്, ഈസോഫാഗസ്, stomach, small intestine, large intestine, then through the anus it is eliminated out. Okay, mouth, esophagus or food pipe, stomach, small intestine, large intestine, anus. Okay, so ഇവിടെ നിന്നെല്ലാം സെക്രീറ്റ് ചെയ്യുന്നത് മറക്കരുത്. Okay, മൗത്തിൽ salivary gland secretes salivary amylase. In stomach we are having gastric glands which secretes gastric juice and it contains, okay, ലിവർ നമ്മൾ അതായത് നമ്മുടെ ഫുഡ് ലിവറിലൂടെ പാസ് ചെയ്യുന്നില്ല അല്ലെ. ലിവർ എന്ന് പറയുന്നതും അതുപോലെ തന്നെ പാൻക്രിയാസ് എന്ന് പറയുന്നതൊക്കെ എന്താണ്? ഗ്ലാൻസ് ആണ്. അല്ലെങ്കിൽ ലിവർ, പാൻക്രിയാസ് അവരുടെ സെക്രീഷൻസ് പ്രൊവൈഡ് ചെയ്യാണ്. ഡൈജഷനെ കുറച്ചും കൂടി ഈസി ആക്കാനായിട്ട് സെക്രീഷൻസ് പ്രൊവൈഡ് ചെയ്യാണ് നമ്മുടെ ലിവറും അതുപോലെ തന്നെ ആരാണ്? പാൻക്രിയാസ് ഒക്കെ. ഓക്കെ, സോ ആ ഒരു പാത്വേ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫ്ലോ ചാർട്ട് പറയുമ്പോൾ ഇത്രയും പറഞ്ഞാൽ മതി. ഓക്കെ, mouth, esophagus, stomach, small intestine, large intestine, and it is eliminated out through anus. I think it's clear. Clear ആയോ? സർ നമുക്ക് ആ ഒരു ആനിമേഷൻസ് പ്ലേ ചെയ്താലോ? ഓക്കെ, സോ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്കൊരു ആനിമേഷൻസിൽ കാണാം. സോ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ആനിമേഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഹാൻഡ് റൈസ് ചെയ്തവരൊക്കെ ഒന്ന് ഹാൻഡ്സ് ഡൗൺ ചെയ്തേ. ഓക്കെ, ഓക്കെ, സോ നമ്മുടെ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം, എൻറ്റയർ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇവിടെ കാണാം. ഓക്കെ, സോ നമ്മുടെ എൻറ്റയർ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇവിടെ ഉണ്ട്. സോ നമുക്ക് നോക്കാം ഫുഡ് ഏത് പാത്തിലൂടെയാണ് പോകുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം. പ്ലേ ചെയ്തോ. ഓക്കെ, മൗത്ത്, then comes the esophagus, then it is taken to our stomach. Yes, then it is passed to the small intestine. Okay, small intestine വളരെ കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ആണ് അല്ലെ. ലെങ്ത് കൂടുതലായതുകൊണ്ട് തന്നെ വളരെ കോമ്പാക്ട് ആയിട്ട് വളരെ ടൈറ്റ് ആയിട്ടാണ് അതിനെ അറേഞ്ച് ചെയ്തേക്കുന്നത്, നമ്മുടെ അലിമെന്ററി കനാലിൽ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഓക്കെ, then it is carried to our large intestine. നോക്ക, സ്മോൾ ഇന്റസ്റ്റൈനിൽ നിന്ന് അവിടെ സ്മോൾ ഇന്റസ്റ്റൈൻ ആണ് നമ്മുടെ കംപ്ലീറ്റ് ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്. മറക്കരുത്. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങളുടെ കംപ്ലീറ്റ് ഡൈജഷൻ കഴിഞ്ഞ് റിമൈനിങ് നമ്മുടെ ലാർജ് ഇന്റസ്റ്റൈനിലേക്ക് പോകുന്നു. ആൻഡ് ഇൻ ലാർജ് ഇന്റസ്റ്റൈൻ എക്സ്ട്രാ വാട്ടർ ഈസ് റീഅബ്സോർബ്ഡ് ആൻഡ് ഫൈനൽ ഡ്രൈ വേസ്റ്റ് ആണ് നമ്മുടെ ഏനസ് വഴി പുറത്തേക്ക് പോകുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ആനിമേഷൻ പ്ലേ ചെയ്യാം സർ. ഓക്കെ, സോ നമ്മളിവിടെ പറഞ്ഞത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞു ഫ്രം മൗത്ത് ഇറ്റ് ഈസ് ക്യാരിഡ് ടു ദി സ്റ്റൊമക് ത്രൂ ഈസോഫാഗസ് ഓർ food pipe, right sir? Please check. Okay, so from stomach the food it is carried to stomach through the esophagus അല്ലേ. സോ നോക്കാം, നമുക്ക് ഈസോഫാഗസ് വഴി പാസ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റിയത് എവിടെയാണ്? നമ്മുടെ ഈസോഫാഗസിലാണ്. പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് ഓൾ അലോങ് ദ ഗട്ട് പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് പ്രസന്റ് ആണ്. ബട്ട് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് അത് അറിയാൻ പറ്റുന്നത് ഈസോഫാഗസ് അല്ലെങ്കിൽ ഫുഡ് പൈപ്പിലാണ്. സർ പ്ലേ ചെയ്യാം. ഓക്കെ, സോ ഫുഡ് നോക്കാം വരുന്നുണ്ട്, നമ്മുടെ ഫുഡ് പൈപ്പിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ ത്രൂ ഫുഡ് പൈപ്പ് നമുക്ക് നോക്കാം. ഓക്കെ, മസ്കുലർ കൺട്രാക്ഷൻ കാണുന്നുണ്ടോ? ക്ലിയർ ആയോ? നമുക്കൊന്ന് റീപ്ലേ ചെയ്താലോ. റിതമിക് കൺട്രാക്ഷൻ ഓഫ് മസിൽസ് നിങ്ങൾ കണ്ടോ? ഓക്കെ, സോ റിതമിക് കൺട്രാക്ഷൻ, ആ ഒരു റിതമിക് കൺട്രാക്ഷൻ ഓഫ് മസിൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് അല്ലെങ്കിൽ പെരിസ്റ്റാൾസിസ്. ഓക്കെ, പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് ഓർ പെരിസ്റ്റാൾസിസ്. ഓക്കെ, നെക്സ്റ്റ് ആനിമേഷൻ പ്ലേ ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ സ്റ്റൊമക്കിലേക്ക് ഫുഡ് എത്താണ് അല്ലെ. ഫ്രം മൗത്ത് ഇറ്റ് ഇസ് ക്യാരിഡ് ടു ദി സ്റ്റൊമക് ത്രൂ ദി ഈസോഫാഗസ്. ആൻഡ് നമുക്കറിയാം നമ്മുടെ സ്റ്റൊമക്കിൽ ഈ വാട്ടർ ലൈക്ക് സബ്സ്റ്റൻസ് എന്താണ്? HCl ആണ് അല്ലെ. ഒരു അസിഡിക് മീഡിയം പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. സോ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇറ്റ് പ്രൊവൈഡ്സ് ആൻ അസിഡിക് മീഡിയം. ഓക്കെ, പ്ലേ ചെയ്യാം. ഓക്കെ, യെസ്, ആ ഒരു അസിഡിക് മീഡിയം, ആ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്കാണ് നമ്മുടെ ഫുഡ് വരുന്നത്. ഓക്കെ, there are different enzymes it is helping in the digestion.
ഓക്കെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് എൻസൈംസ് പ്രസന്റ് ആണ്. ഓക്കെ ആൻഡ് ഫ്രം there it is carried to the small intestine. സർ നമുക്ക് നെക്സ്റ്റ് പ്ലേ ചെയ്യാം. ഓക്കെ ആ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് മറക്കരുത്. ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹാർംഫുൾ ആവുന്നില്ല, നമ്മുടെ മ്യൂക്കസ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നോക്കുക സ്മോൾ ഇൻഡസ്റ്റൈൻ കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ആണ്. ഓക്കെ സോ സ്മോൾ ഇൻഡസ്റ്റൈനിൽ കൂടെ എന്ത് സംഭവിക്കും? ഫുഡ് പാർട്ടിക്കിൾസ് കംപ്ലീറ്റ് ആ കംപ്ലീറ്റ് ഡൈജഷൻ നടക്കുന്നത് നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈനിലാണ്. സോ സ്മോൾ ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ട് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റിന്റെ കംപ്ലീറ്റ് ഡൈജഷൻ നടക്കുന്നു. ആൻഡ് ലാസ്റ്റ് ആനിമേഷൻ ചെയ്യാം. ഓക്കെ ഫ്രം there it is carried to the ലാർജ് ഇൻഡസ്റ്റൈൻ അല്ലേ. സോ ലാർജ് ഇൻഡസ്റ്റൈനിൽ എന്താ വേറെ ഒന്നുമില്ല, അവിടെ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ മാത്രമാണ് നടക്കുന്നത്. റിമൈനിങ് വേസ്റ്റ് പാർട്ടിക്കിൾസ്, റിമൈനിങ് വേസ്റ്റ് ആണ് ഏനസ് വഴി പുറത്തേക്ക് എലിമിനേറ്റഡ് ആവുന്നത്. ക്ലിയർ ആയോ? ഓക്കെ സോ എന്റെ കാര്യങ്ങൾ ക്ലിയർ ആയെങ്കിൽ എല്ലാവരും ഒരു പേർപ്പിൾ ഹാർട്ട് തന്നേ. ക്ലിയർ ആയെങ്കിൽ എൻറ്റയർ പോർഷൻസ് നമ്മൾ ന്യൂട്രീഷൻ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ വാട്ട് ഈസ് അപ്പൻഡിക്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൻഡിക്സ് ആക്ച്വലി നമ്മുടെ ബോഡിയിൽ യൂസ്ഫുൾ അല്ലാത്തൊരു പാർട്ടാണ് അപ്പൻഡിക്സ് എന്ന് പറയുന്നത്. ഓക്കെ നമ്മളൊരു ടേം പറയും, ടീച്ചർ ആ ഒരു ടേം ഇപ്പൊ മറന്നു. ആക്ച്വലി നമ്മുടെ സ്റ്റാർട്ടിങ് വിത്ത് വി ഒരു ടേം ഉണ്ട് ടീച്ചർക്ക് ഇപ്പൊ ആ ഒരു ടേം ഓർമ്മ കിട്ടുന്നില്ല. നമ്മുടെ ബോഡിയിൽ ഉണ്ട് എന്നാൽ യൂസ്ഫുൾ അല്ലാത്ത പാർട്സിന് നമ്മളൊരു ടേം പറയും. ആൻഡ് അതുപോലത്തെ ഒരു പാർട്ടാണ് നമ്മുടെ അപ്പൻഡിക്സ് എന്ന് പറയാം. ഓക്കെ സോ നിങ്ങൾക്ക് എക്സാമിന്റെ ലിങ്ക് ഷെയർ ചെയ്യാം. സോ എല്ലാവരും റെഡി ആയിട്ടിരുന്നോ? ഓക്കെ സോ MCQ എക്സാം ആണ്. സോ നിങ്ങൾ എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കുക. ശരി ഓക്കെ സോ ചാറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് നോൺ ആസ് വിൻഡ് പൈപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ട്. വിൻഡ് പൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രക്കിയാണ്, അത് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വരും. അത് ടീച്ചർ അപ്പൊ പറയാം കേട്ടോ. വിൻഡ് പൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വരുന്നതാണ്. അത് നമുക്ക് റെസ്പിറേറ്ററി സിസ്റ്റം എടുക്കുമ്പോൾ പറയാം. ഓക്കെ സോ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സലൈവ കണ്ടെയ്ൻസ് ആൻ എൻസൈം കോൾഡ് ഡാഷ്. ഓക്കെ നോക്ക് the saliva contains an enzyme called dash. ഏതാണ്? സെക്കൻഡ് വൺ നോക്കാം. Dash is the rhythmic contraction of muscles all along the gut that helps to push the food forward. Rhythmic contraction of muscles. Options നോക്കാം. Pushing, ingestion, absorption and peristalsis. Next question. The digestion in stomach is taken care of by the dash glands present in the walls of the stomach. And the options are gastric, pancreatic, salivary and all of the above. Okay, Devananda submitted പറഞ്ഞിട്ടുണ്ട്. Okay, and next question, the gastric glands release dash. The options are hydrochloric acid, pepsin, mucus and all of the above. Last question, the dash is the site of the complete digestion of carbohydrate, proteins and fat. Yes. ഓക്കെ സോ കുറേ പേര് ആൻസേഴ്സ് കമന്റ് ചെയ്യുന്നുണ്ട് ആൻഡ് മാർക്സ് കമന്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ മിക്കവർക്കും 10 out of 10. വെരി ഗുഡ്. ഓക്കെ സോ സബ്മിറ്റ് ചെയ്തു. എല്ലാവരും സബ്മിറ്റ് ചെയ്തെങ്കിൽ ഒന്ന് തംസ് തന്നേ. ഓക്കെ സബ്മിറ്റ് ചെയ്തോ? എവരിവൺ സബ്മിറ്റ് ചെയ്തോ? യെസ് സബ്മിറ്റ് ചെയ്തു. സോ ടീച്ചർ പെട്ടെന്ന് ആൻസർ ഡിസ്കസ് ചെയ്യാം. ദ സലൈവ കണ്ടെയ്ൻസ് ആൻ എൻസൈം കോൾഡ് yes. The right answer is yes. Second one, salivary amylase. Okay, salivary amylase. Next one, rhythmic contraction of muscles. It is known as peristalsis. Okay, peristalsis. Then the walls of the stomach contains gastric glands. Okay, gastric glands. Next one, the gastric glands release what? Release? Yes, all of the above. Okay, the gastric glands release hydrochloric acid, pepsin and mucus. So all of the above is the right answer. Last question, the dash is the site of complete digestion. Complete digestion site ഏതാണ്? നമ്മുടെ small intestine. Fourth one ആണ് right answer. Okay, so I think everyone is done with the exam and I believe that everyone got full mark, right? Okay, 10 out of 10 ഒരുപാട് പേര് പറയുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ സോ നമുക്ക് നമ്മുടെ യശോദേവിനെ വിളിച്ചാലോ സാറേ? ആ യശോദേവ്.
യശോദേവ് പാട്ട് പാടാൻ റെഡിയാണോ? അങ്ങനെ ചോദിച്ചാൽ റെഡി അല്ലാന്നാണോ? പാട്ട് പാടിക്കോ, പ്രശ്നമൊന്നുമില്ല. യശോദേവ് പാടണോ വേണ്ടേ? എല്ലാവരും ഒന്ന് പറഞ്ഞേ. യെസ്, കംപ്ലീറ്റ് യെസ് ആണ്, പാടണം. യെസ്. യശോദേവെ കേൾക്കുന്നുണ്ടോ? യശോദേവ് ക്യാമറ ഓൺ ചെയ്തേ. പാടൂന്ന് പറഞ്ഞിട്ടുണ്ട്. യശോദേവ് ഒരു പാട്ട് പാടി. നമ്മുടെ പെട്ടെന്ന് നോക്കി. നമ്മുടെ അലറ്റ് എവിടെ പോയി? അലറ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. അലറ്റ് ഇല്ല. Then ഗൗതം കൃഷ്ണ. ഗൗതം കൃഷ്ണ. എവിടെ ഗൗതം കൃഷ്ണ? എവിടെ? കാണാനില്ലല്ലോ. ഓക്കെ, സോ യശോദേവ റെഡി അല്ലേ? ആ, പാടിക്കോ. പറയുവാനിതാദ്യമായി വരികൾ മായേ വിളികളിൽ ഒരായിരം മഴവിന് പോലെ ശലഭമായി പറന്നൊരാൾ അരികിൽ ചേരും പതിയെ ഞാൻ തൊടുന്നതോ അവളോ മായും തീരാതെയുള്ളിനി നീലമഞ്ഞിൻ ചൂട് നൂറാണു നിന്റെ ചിറകിൻ ചേലയും തൂവലും നീയും ഞാനും പണ്ടേ പണ്ടേ പോവും വണ്ടും തേൻ കണ്ണങ്ങൾ തിളങ്ങും നേരം പിന്നെയും. അടിപൊളിയായിരുന്നില്ലേ? ഒരു കൈയ്യടി കൊടുത്തേ. സാർ ഒരു കൈയ്യടി കൊടുത്ത്. നമ്മുടെ യശോദേവൻ അടിപൊളിയായിട്ട് പാടിയല്ലോ. ആ, ഭവിത്ത പാട്ട് കേട്ട് ആസ്വദിച്ച് കിടന്നു. ഭവിത്തേ, അടിപൊളി കമന്റ്സ് ഉണ്ട് കേട്ടോ. ഗ്രേറ്റ് വോയിസ്, ഗ്രേറ്റ് സിംഗിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നൈസ് വോയിസ്. ഭവിത്തേ, ഭവിത്തേ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഉറങ്ങിയോ? സത്യം പറ. ഉറങ്ങിയോ? ഉറപ്പാ? ക്ലാസ് കേട്ടോ? കേട്ടു. ഭവത്തിന്റെ അടുത്ത് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഭവിത്തിന്റെ നോട്ട്സ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരണം കേട്ടോ. ഓക്കെ, ഭവിത് ദെൻ രണ്ടുപേരും കൂടെ പറഞ്ഞു. മാഷ് ഭവിത്, അമൽജിത്ത്, ലക്ഷ്മി എം എസ്. കേട്ടല്ലോ, ലക്ഷ്മി എം എസ്. ഓക്കെ, ഇവർ മൂന്ന് പേരൊന്ന് തംസ് ഇട്ടേ. ഭവിത്, അമൽജിത്ത് ആൻഡ് ലക്ഷ്മി എം എസ്. ഇവർ മൂന്ന് പേരും ടീച്ചർക്ക് ഇന്ന് തന്നെ വാട്സപ്പ് ചെയ്യാം കേട്ടോ. നോട്ട്സ്, ഇതുവരെയുള്ള നോട്ട്സ്, ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് തുടങ്ങി ഇന്ന് വരെയുള്ള നോട്ട്സ് ഫോട്ടോ എടുക്കുക, PDF ആക്കി കൺവേർട്ട് ചെയ്യുക, സെൻഡ് ചെയ്യുക. ഓക്കെ, ഐ ലൈക്ക് ദ സോങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, മയൂർ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ഹിബ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, മാം ക്യാൻ ഐ സിംഗ്. ഹിബ ഒന്ന് പെട്ടെന്ന് ഹാൻഡ് റേസ് ചെയ്തേ. പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഹിബയ്ക്ക് പാടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഹിബയെ കൊണ്ട് പാടിപ്പിച്ചാലോ? രണ്ടുപേര് ഇന്ന് ടാസ്ക് ചെയ്യാം, ഐ മീൻ ഇന്ന് പെർഫോം ചെയ്യാന്ന് പറഞ്ഞ രണ്ടുപേരും നമുക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ അവർക്ക് ചാൻസ് കൊടുക്കാം. സോ നമുക്ക് പെട്ടെന്ന് ഹിബനെ കൊണ്ട് ഒരു പാട്ട് പാടിക്കാം. പാട്ട് കേട്ടിട്ട് പോയാൽ പോരെ എല്ലാവർക്കും? പാട്ട് കേൾക്കാൻ ഓക്കെ ആണോ? റെഡി ആണോ? ഒന്ന് തലാട്ടി. ആ, റെഡിയാണ്. ഓക്കെ, സോ ഹിബ കേൾക്കണ്ടോ? ആ, കേൾക്കാം. Now
Moonlight, I tell you how I almost died when you bring back the light. I just wanna live in this moment forever. Oh, 'cause I'm afraid you. Stand giving up for the world forever. Oh, but I'm afraid you. ഓക്കെ സോ അടിപൊളിയായിട്ട് പാടി. സോ നമ്മുടെ ആരായിരുന്നു ഹിബയുടെ വോയിസിനെ കുറിച്ചാണ് കമന്റ്സ്. ക്യൂട്ട് വോയിസ്, സ്വീറ്റ് വോയിസ്, ഓ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര്. യു ഹാവ് എ വണ്ടർഫുൾ വോയിസ്, സൂപ്പർ. സോ ഒരുപാട് കമന്റ്സ് ഉണ്ട് കേട്ടോ. ഏഞ്ചലിക് വോയിസ് എന്നൊക്കെ കമന്റ്സ് വന്നിട്ടുണ്ട്. നൈസ് സിംഗിങ്. ഓക്കെ സോ അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. ഹിബ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് പാടിപ്പിച്ചതാണ്. അടിപൊളിയായി പാടിയിട്ടുണ്ട് കേട്ടോ ഹിബ. ഓക്കെ സോ ഈ വോയിസും അതുപോലെ തന്നെ അടിപൊളിയായിട്ട് ഇതുപോലെ മുന്നോട്ട് വന്ന് പാടാം. ആൻഡ് നമ്മുടെ ബാക്കി രണ്ടുപേരും അലറ്റും അതുപോലെ തന്നെ ആരായിരുന്നു നമ്മുടെ ഗൗതം കൃഷ്ണ നെക്സ്റ്റ് ക്ലാസ്സിൽ ടീച്ചർ വിളിക്കും കേട്ടോ. ഓക്കെ സോ ഇവര് 3 പേരും ഓർമ്മയുണ്ടോ? നമ്മുടെ നോട്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ 3 പേര് മറക്കരുത്. നോട്ട് സെൻഡ് ചെയ്യുക. അവർ 3 പേര് എന്തായാലും നോട്ട് സെൻഡ് ചെയ്യണം. ഓക്കെ നമ്പർ ചോദിച്ചിട്ടുണ്ട്, സെൻഡ് ചെയ്യേണ്ട വാട്സ്ആപ്പ് നമ്പർ ചോദിച്ചിട്ടുണ്ട്. സോ ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിലേക്കാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. സോ എല്ലാവരും നമ്മുടെ ഇന്നത്തെ ആൻസർ പേപ്പർ സെൻഡ് ചെയ്യണം. ഓക്കെ എക്സാം പേപ്പർ എല്ലാവരും സെൻഡ് ചെയ്യണം. ഓക്കെ ടീച്ചർ ചെക്ക് ചെയ്യും, അറ്റൻഡൻസ് ക്രോസ് ചെക്ക് ചെയ്ത് നിങ്ങളുടെ ആൻസർ പേപ്പേഴ്സ് വന്നിട്ടുണ്ടോ നോക്കും. സോ എല്ലാവരും ആൻസർ പേപ്പർ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ 3 പേര് നോട്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞവരും നോട്ട് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ സോ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമ്മൾ ഇന്ന് വരെ എടുത്ത പോർഷൻസ് പഠിച്ച് അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വരാം. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ടീച്ചർക്ക് ഒരു അടിപൊളി താങ്ക്സ് പറഞ്ഞ് ലീവ് ചെയ്യാം. നമുക്ക് അപ്പൊ ഒന്ന് പറഞ്ഞേ. താങ്ക് യു മാം. ഓക്കെ താങ്ക് യു. ഹായ് അതാരാന്ന്? ജസ്ലിൻ ബൈ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. Okay so നിങ്ങൾക്ക് ലീവ് ചെയ്യാം. Okay so we can meet in our next class. Till then bye. Stay tuned with 90 plus. Okay bye. Good night.